നമസ്കാരം, എന്റെ പേര് രമൺ ധർമ്മരാജ് എന്നാണ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. And so this recording is basically part of a webinar that I had conducted with my two good friends Vishnu and Sri Priya that was organized by NSS along with College of Applied Science Attapadi. Seminar was about professional opportunities for commerce students and adine kurichana njanippo ningalodu samsarikkan povunnathu. Commerce students ine ulla professional opportunities ne kurichum ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ 3 കോഴ്സുകൾ CA, CMA ആൻഡ് CS എന്ന കോഴ്സുകൾ നിങ്ങൾക്കൊന്ന് അവതരിപ്പിച്ചു തരാമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ പലയിടത്തും കേട്ട് കാണും. എൻ്റെ ഒരു ടേക്കാണ് ഇതിൽ വരുന്നത്. പ്രത്യേകിച്ചും 10th കഴിഞ്ഞ് കോമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന 11th 12th കോമേഴ്സ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ BCom BBA തുടങ്ങിയ സ്റ്റുഡൻസ്, ഇഫ് യു തിങ്കിങ് ഓഫ് എ പ്രൊഫഷണൽ കരിയർ, you can definitely check it out and probably it will open some doors for you. So before I go into this topic of discussion, before I talk to you about these courses CA, CMA and CS, there is one very important thing that I want to convey to a lot of students who make these life choice, who make these decisions. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. CA ഇന്റർ ആൻഡ് ഫൈനൽ ലെവലിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ആൻഡ് when I talk to my students, പലരുടെ ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ സം തിങ്സ് ദാറ്റ് ഐ ഫീൽ. സോ വെൻ തിങ്കിങ് ഓഫ് എ പ്രൊഫഷണൽ കരിയർ, one of the most important things to keep in mind that you should think about, or rather you should not think about, is പലരും CA എന്ന കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ബിക്കോസ് കാരണം എന്താ, ഒരു കഥ കേട്ട് കാണും. ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കരിയർ കൗൺസിലിംഗ് വന്നവരോ ആരെങ്കിലും പറഞ്ഞു കാണും, CA എടുത്താൽ എന്താണ്, പാസ്സായി കഴിഞ്ഞാൽ ഇടുന്ന ഓരോ ഒപ്പിനും ലക്ഷങ്ങൾ കിട്ടും. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 50,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ 1,00,000 രൂപയായിരിക്കും. സൊസൈറ്റിയിൽ ഭയങ്കര റെപ്യൂട്ടേഷൻ ആയിരിക്കും, ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും എന്നുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്നതിനെ കുറിച്ചല്ല പറയേണ്ടത്. ബട്ട് these factors, the money that you get, the reputation that you get, the social status that you get, this should not be the determining point when deciding a career. That's the first thing I want to tell to any student out there who is thinking of taking any course at all. നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, ഈ ഒരു കോഴ്സിൽ നിന്ന് എനിക്ക് ഇത്രയും പൈസ സമ്പാദിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത്രയും റെസ്പെക്ട് കിട്ടും, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണെങ്കിലും ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ഡിസൈഡിംഗ് ഫാക്ടർ. കാരണം ഇത് വർഷം 2020 ആണ്. നിങ്ങൾ പാസ്സാകുമ്പോഴത്തേക്കും 2025 ആയി കഴിഞ്ഞു. ഈ ഒരു ഡെക്കേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ട്രിവാൻഡ്രം ഐ നോ നിങ്ങൾക്ക് ഏത് ജോലി ചെയ്താലും യു ക്യാൻ ഏൺ മണി. ദർ ഇസ് നോ പെർട്ടിക്കുലർ ജോബ് സേ ഇന്ന ജോലി ചെയ്താൽ ഭയങ്കര ശമ്പളം കിട്ടും അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്താൽ ശമ്പളം കിട്ടത്തില്ലെന്നല്ല. എനി ജോബ് ദാറ്റ് യു ഡു യു ക്യാൻ മേക്ക് ഡീസെന്റ് മണി. ദി ഓൺലി തിങ് ഇസ് that you have to be good at the job you are doing. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ you have to be really really good. നേരെ മറിച്ച് ഏത് ജോലി ചെയ്താലും there could be a situation where you don't get a job. ജോലി കിട്ടത്തില്ല. ഏത് കോഴ്സ് പഠിച്ചാലും ചിലപ്പോൾ ജോലി കിട്ടാത്തൊരവസ്ഥ വരും. ജോലി കിട്ടിയാലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി ആകത്തില്ല എന്ന് വരും if you are not good at the job. വർഷം 2020 ആണ്. കാലം മാറിക്കഴിഞ്ഞു. Narrative has changed. What matters now is that നിങ്ങൾ എന്ത് ചെയ്യുന്നു, you have to be really really good at it. And if you have to be really good at it, you should love it. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, മൈൻഡ് യു, എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ എടുക്കുന്ന കരിയർ ഇസ് സംതിങ് ദാറ്റ് ലാസ്റ്റ് യു ഫോർ സേ 40 to 50 years. നിങ്ങൾക്ക് 25 വയസ്സ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 40 or 50 വർഷം ജോലി ചെയ്യേണ്ടതാണ്. സോ അത്രയധികം സ്നേഹിക്കണം ആ ജോബിനെ, അത്രയും സ്നേഹിക്കണം ആ ഒരു കരിയറിനെ, എങ്കിലേ ഒരു ഹാപ്പി ലൈഫ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട് ടു CA CMA സ്റ്റുഡൻസ്, കോമേഴ്സ് സ്റ്റുഡൻസ് വരുമ്പം എനിക്ക് നല്ല പൈസ സമ്പാദിക്കാം, നല്ല സാലറി കിട്ടും, നല്ല സോഷ്യൽ റെപ്യൂട്ടേഷൻ കിട്ടും, നല്ല മാരിറ്റൽ പ്രോസ്പെക്ട്സ് കൂടും തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പ്ലീസ് ഡോണ്ട് കം ഇൻ ടു ദിസ് കോഴ്സ്. Okay, understand the course. CA എന്ന കോഴ്സ് എന്താണ് എന്ന് സംസാരിക്കാം. I will give you a brief introduction. I'll give you a brief introduction about these finance professions. CA നെ കുറിച്ച് പ്രധാനം, ബിക്കോസ് ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കുറച്ചുകൂടി ആധികാരികമാണ് എനിക്ക് CA നെ കുറിച്ച് സംസാരിക്കാൻ കഴിയും. CMA നെ CS നെ കുറിച്ച് തീർച്ചയായിട്ടും പറയും ഞാൻ. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾ ഓഫ് ദി ഈക്വൽ സ്റ്റാൻഡിംഗ്. മൂന്നും ഒരേ തുല്യമായ കോഴ്സുകളാണ്, ഓൾസോ സ്പെഷ്യലൈസിംഗ് ഇൻ ഡിഫറെന്റ് സബ്ജക്ട്സ്. 3 കോഴ്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ടോക്ക് ടു മോർ പീപ്പിൾ,
talk to chartered accountants, talk to your teachers, and അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എത്ര ശമ്പളം കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈഫ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ലൈഫ് എങ്ങനെയാണ് എന്നതിനെക്കാട്ടിലും ആ കരിയർ എന്താണ് കരിയർ പ്രോസ്പെക്ട്സ്, എന്ത് തരം ജോലികളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ഫീൽഡിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുക, എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ആൻഡ് ആസ്ക് യുവർ സെൽഫ് ഇഫ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ്. ഈ ഒരു കഥ കേൾക്കുമ്പം ഓഡിറ്റിംഗ് അല്ലെങ്കിൽ IT ഫീൽഡ് ആകാം, അല്ലെങ്കിൽ ഫിനാൻസ് ആകാം, ഡെറിവേറ്റീവ്സ് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ആകാം. നിങ്ങൾ സ്കാം 1992 കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, ടാക്സ് ആയിരിക്കാം, GST ആയിരിക്കാം. ഇതുപോലത്തെ ജോലികൾ നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ? ഇതുപോലത്തെ ഇഷ്യൂസ്, ഇതിനകത്ത് വരുന്ന ഇഷ്യൂസ്, ഡസ് ഇറ്റ് എക്സൈറ്റ് യു, ഡസ് ദാറ്റ് ഇൻട്രീഗ് യു? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ട്രാൻസ്ഫർ പ്രൈസിംഗ്, എന്താണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, ഇന്റർനാഷണൽ ടാക്സേഷൻ, ഡബിൾ ടാക്സേഷൻ, അവോയ്ഡൻസ് എഗ്രിമെന്റ്, ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പം അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടോ, ഒരു താല്പര്യം തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് യു വിൽ ബി ഗുഡ് അറ്റ് ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് വർക്ക് എന്ന് ചോദിച്ചു നോക്കുക. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ടേക്ക് എ ഡിസിഷൻ. ഡു യു വാണ്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? ഓക്കെ, സോ CA എന്താണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാം. സോ ബ്രോഡ്ലി കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ബ്രോഡ്ലി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാൻഡ്സ് ഓൺ ടോപ്പ് ഓഫ് 3 ഫീൽഡ്സ്. ഒന്ന് ഓഡിറ്റിംഗിനകത്ത് വരുന്നത് തന്നെയാണ് അക്കൗണ്ടൻസി, പ്രൊഫഷണൽ ഫീൽഡിൽ അത് ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി. 2 ടാക്സേഷൻ ആൻഡ് 3 ഫിനാൻസ്. ഈ 3 സബ്ജക്ട്സിന്റെ ടോപ്പിൽ നിൽക്കുന്ന എക്സ്പേർട്ട് ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓഡിറ്റിംഗ്, ടാക്സേഷൻ ആൻഡ് ഫിനാൻസ്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യങ്ങർ സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഐ ഗോണ എക്സ്പ്ലെയിൻ വാട്ട് ഈച്ച് ഓഫ് ദാറ്റ് ഇസ്. ഒന്നാമത് ഓഡിറ്റിംഗ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രൈമറി കരിയർ ആയിരിക്കും ഓഡിറ്റിംഗ്. സോ വാട്ട് an auditor does is ഇന്ത്യയിലുള്ള എല്ലാ കമ്പനി, ഇന്ത്യയിൽ ലിസ്റ്റഡ് കമ്പനി തന്നെ 10,000 കണക്കിന് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, അല്ലാണ്ട് ലക്ഷക്കണക്കിന് കമ്പനീസ് ഉണ്ട്. എല്ലാ കമ്പനീസിനും മാൻഡേറ്ററി ആണ് അവരുടെ അക്കൗണ്ട്സ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ഓഫ് ഇക്വിറ്റിയും, നോട്ട്സ് ടു അക്കൗണ്ട്സും, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഒരു ഇൻഡിപെൻഡന്റ് ആയ ഒരു ഓഡിറ്റർ, ഒരു എക്സ്പേർട്ട് വന്ന് വെരിഫൈ ചെയ്ത് പറയണം ഈ അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഈ അക്കൗണ്ട്സ് എല്ലാം കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ് എന്ന് പറയണം. കാരണം ഈ അക്കൗണ്ട്സിന്റെ ബേസിലായിരിക്കും ഗവൺമെന്റ് MCA ഫയൽ ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഈ അക്കൗണ്ട്സിന്റെ ബേസിലായിരിക്കും ടാക്സ് കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. ഈ അക്കൗണ്ട്സിന്റെ ബേസിലായിരിക്കും നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാം ഈ ഒരു അക്കൗണ്ട്സിന്റെ ബേസിലായിരിക്കും. സോ ഷെയർ ഹോൾഡേഴ്സിനെ ഞാൻ ചതിക്കുന്നുണ്ടോ, ഗവൺമെന്റിനെ ഞാൻ ചതിക്കുന്നുണ്ടോ, പബ്ലിക് അറ്റ് ലാർജ് ഞാൻ ചതിക്കുന്നുണ്ടോ, ഇൻവെസ്റ്റേഴ്സിനെ ചതിക്കുന്നുണ്ടോ എന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടി ഓഡിറ്റർ വന്ന് അക്കൗണ്ട്സ് പൂർണ്ണമായും പരിശോധിക്കണം. അക്കൗണ്ട്സിൽ ഓരോ ഫിഗറും കറക്റ്റ് ആണോ, ഫെയർ ആണോ, അഡിക്വേറ്റ് ആണോ, അപ്രോപ്രിയേറ്റ് ആണോ എന്ന് പരിശോധിച്ച് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതാണ് ഒരു ഓഡിറ്റർ ചെയ്യുന്ന ജോലി. നൗ എവറി കമ്പനി, നൗ തിങ്ക് ഓഫ് ദ ബിഗ് കമ്പനീസ് ലൈക്ക് റിലയൻസ്, ടാറ്റ, വിപ്രോ, ഇൻഫോസിസ്, ലക്ഷക്കണക്കിന് കൂടുതൽ ലാക്സ് ഓഫ് ക്രോർസ് ടേൺ ഓവറിൽ ഇതുപോലത്തെ വലിയ കമ്പനിയിൽ യു നീഡ് എ റിയലി ഗുഡ് എക്സ്പെർട്ട്. ഇതുപോലത്തെ കമ്പനികളിൽ ഓഡിറ്ററിന്റെ ജോലി പാളിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പനി തന്നെ തകർന്നു പോയിരിക്കാം. ആ കമ്പനിയുടെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഷെയർ ഹോൾഡേഴ്സിന് പൈസ നഷ്ടം വന്നു എന്ന് വരാം. സോ ഇതുപോലത്തെ കമ്പനീസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. കുറെ ആൾക്കാർ അവരുടെ ലൈഫ് സേവിങ്സ് ഒരുപക്ഷെ ഈ ഒരു കമ്പനിയിലായിരിക്കും നിക്ഷേപിച്ചിരിക്കുന്നത്. സോ ആ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നാൽ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ട്സ് അപ്രോപ്രിയറ്റ് അല്ല, ഇന്റേണൽ കൺട്രോൾസ് പ്രോപ്പർ അല്ല, മാനേജ്മെന്റ് ഡയറക്ടർ, മാനേജ്മെന്റ് ലെവലിൽ എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കാം, ഗവൺമെന്റിന് ഹ്യൂജ് ടാക്സ് റവന്യൂ ലോസ് ഉണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള ഇമ്പാക്ട്. അഗൈൻ ഇഫ് യു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, ലുക്ക് അറ്റ് ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ആ ബാങ്കുകളിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നു, അല്ലെങ്കിൽ ബാങ്കുകളുടെ ഇന്റേണൽ കൺട്രോൾ പ്രോപ്പർ അല്ല എങ്കിൽ അവരുടെ ലക്ഷക്കണക്കിന് ഡെപ്പോസിറ്റേഴ്സിന്റെ പൈസയാണ് റിസ്ക് ആകുന്നത്. എൻറ്റയർ നാഷണൽ ഇക്കോണമി തന്നെ തകരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതുപോലത്തെ ബാങ്കുകൾ വളരെ നിർബന്ധമാണ്. ഓരോ ബ്രാഞ്ചിനും 3 തരത്തിൽ കൺകറന്റ് ഓഡിറ്റ് നടക്കും, ബ്രാഞ്ച് ഓഡിറ്റ് നടക്കും, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടക്കും, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് RBI ഓഡിറ്റ് നടക്കും. ഇത്രയും ഓഡിറ്റ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഏതെങ്കിലും ഓഡിറ്റിൽ പാളിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു സ്കാം, ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വലിയൊരു സ്കാം വന്നു. സോ അത് സ്കാംസ് നമുക്ക് ഓഡിറ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തടയാൻ കഴിയും. എഗൈൻ പലതരത്തിലുള്ള ഫ്രോഡ് നമുക്ക് തടയാൻ പറ്റില്ല, ബട്ട് ഓഡിറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ചെക്ക്. ആൻഡ് ആസ് എൻ ഓഡിറ്റർ ദാറ്റ് വിൽ ബി യുവർ റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഇതുപോലത്തെ വലിയ കോർപ്പറേറ്റ്സ് ആർ മെയിൻറ്റെയിനിങ് ദർ അക്കൗണ്ട്സ്
വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നാഷണൽ ഇക്കോണമി. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ പ്രധാനമാണ്. ഇൻ എ വേ എ ചാർട്ടേഡ് അക്കൗണ്ട് ഇസ് എ ഡോക്ടർ ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി. ഒരു കമ്പനിയുടെ ഹെൽത്തിന്റെ ഒരു ഡോക്ടറാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട്. ഇറ്റ്സ് എ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ ഓഡിറ്റർ. ഇതിനകത്ത് കുറെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. യു ക്യാൻ ബി എൻ ഇന്റേണൽ ഓഡിറ്റർ, യു ക്യാൻ ബി എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, യു ക്യാൻ ബി എ ബാങ്ക് ഓഡിറ്റർ, യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ, യു ക്യാൻ മാനുഫാക്ചർ ഇൻ ടെക്സ്റ്റൈൽ സെക്ടർ. ഞാൻ എൻ്റെ ട്രെയിനിങ് CA പാസ്സാകാൻ 3 വർഷത്തെ മാൻഡേറ്ററി ട്രെയിനിങ് ചെയ്തത് ഫേമിൽ എന്റെ പ്രിൻസിപ്പൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ എക്സ്പെർട്ട് ആയിരുന്നു. കുറെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ബാങ്കിങ് ഇൻഡസ്ട്രിയിലും എനിക്ക് നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടി. സോ അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും കഴിയും. ഈ ഒരു സെക്ടറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓഡിറ്റർ ആകാനും കഴിയും. ദാറ്റ്സ് ദി എൻഡ് ഗെയിം. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ്. രണ്ടാമത്, പബ്ലിക്കിൽ പൊതുവെ ഒരു ലേമൻ അണ്ടർസ്റ്റാൻഡിങ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു ടാക്സ് എക്സ്പേർട്ട് ആയിട്ടാണ്. അഗൈൻ എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. കാരണം ടാക്സിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഹിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാലൻസിങ് ആക്ട് ഉണ്ട്. കാരണം ടാക്സേഷൻ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സേഷൻ. ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. നിങ്ങൾ ഇൻകമിന്റെ പുറത്തുള്ള ടാക്സും നിങ്ങളുടെ പർച്ചേസിന്റെ പുറത്ത് GSTയുടെ രൂപത്തിൽ വരുന്ന ടാക്സേഷനും വളരെ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഈ ടാക്സേഷൻ പ്രോപ്പറായിട്ട് SSEs പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് വലിയൊരു ലോസ് വരും. ഗവൺമെന്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റത്തില്ലെന്നും ഇന്ത്യൻ എക്കോണമിയെ തന്നെ തകർക്കാൻ കഴിയും. അതേ സമയത്ത് ഒരു കമ്പനി, ഒരു ബിസിനസ് അമിതമായി ടാക്സ് പേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ചിലപ്പോൾ തകർന്നു. സോ ഒരു ബിസിനസിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ടാക്സ് കുറയ്ക്കുക, എങ്ങനെയെങ്കിലും ടാക്സ് ഔട്ട്ഫ്ലോ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. കാരണം അവരുടെ ഇൻകമിൽ 30% ഒക്കെ ടാക്സ് ആയിട്ട് പേ കഴിഞ്ഞാൽ 1 കോടി രൂപയിൽ 30 ലക്ഷം രൂപ ടാക്സ് പേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കമ്പനിയെ തന്നെ തകർക്കുന്ന ഒരു പേയ്മെന്റ് ആയിരിക്കും, ഒരു ഔട്ട്ഫ്ലോ ആയിരിക്കും. കമ്പനിക്ക് താങ്ങാൻ പറ്റുന്ന ഔട്ട്ഫ്ലോ ആകണമെന്നില്ല. പക്ഷെ അത് മറികടക്കാൻ വേണ്ടി ബ്ലാക്ക് മണിയിലൂടെയോ അല്ലെങ്കിൽ ഇല്ലീഗൽ മീൻസിലൂടെയോ നമ്മൾ ടാക്സിനെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ദ നേഷൻ ഇസ് ഇൻ ട്രബിൾ. വളരെ ആന്റി നാഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പ്രോപ്പർ അല്ലാത്ത മാർഗങ്ങളിലൂടെ ടാക്സ് ഇവേഷൻ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിൽ കം ആഫ്റ്റർ യു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ബാക്കി എല്ലാ കാര്യങ്ങളും വന്ന് ആ ബിസിനസിനെ വീണ്ടും തകർക്കാൻ ഒരു സാധ്യതയുണ്ട്. സോ ഇവിടെ ഒരു ടാക്സ് എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. ടാക്സ് എക്സ്പേർട്ട് ചെയ്യേണ്ട കാര്യം വളരെ എത്തിക്കലായിട്ട്, ലീഗലായിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് തീർച്ചയായിട്ടും പേ ചെയ്തിരിക്കണം. പക്ഷെ അതേസമയം ടാക്സിന്റെ അണ്ടർസ്റ്റാൻഡിംഗിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് കുറച്ച് ലീവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളൊരു വിൻമിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വിൻമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ നിങ്ങൾക്ക് ലാഭമായിട്ട് കൊണ്ടുപോകാം. അതിൽ ടാക്സ് ഇല്ല എന്ന് സെക്ഷൻ 80I പറയുന്നു. സോ ഇതുപോലത്തെ പല സെക്ഷൻ 35ADയിലൂടെ നിങ്ങൾ ഇന്ന ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്തിരിക്കും എന്ന് പല സെക്ഷൻസും പറയുന്നുണ്ട്. സോ എ ടാക്സ് എക്സ്പേർട്ട് is responsible in advising his clients and advising businesses that നിങ്ങൾ ഇന്ന രീതിയിൽ പേയ്മെന്റ് ചെയ്യുക, ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ഇന്ന രീതിയിൽ നിങ്ങളുടെ ഇൻകത്തിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും. ഇന്ന ഇടത്തിൽ ബിസിനസ് സ്ഥാപിക്കുക, ഇന്ന ഇടത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ഇന്ന ഇടത്തിൽ സേവിങ്സ് ഉണ്ട്, ഇന്ന ഇടത്ത് ചെലവാക്കുക എന്ന രീതിയിലൂടെ യു ക്യാൻ റെഡ്യൂസ് യുവർ ടാക്സസ്, help the company, help the business flourish, and at the same time make it so ethical so that the government is also at loss, the nation is not at loss. ഇവിടെ ഒരു നല്ല ടാക്സ് കൺസൾട്ടന്റിന്റെ അല്ലെങ്കിൽ ടാക്സ് എക്സ്പേർട്ടിന്റെ സഹായം വേണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡസ്. ഐ ഹാവ് ദ വണ്ടർഫുൾ പ്രിവിലേജ് ഓഫ് ബീങ് ട്രെയിൻഡ് ബൈ 2 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്, കൃഷ്ണമൂർത്തി സാറും മഹേഷ് സാറും. അപ്പം ഇവർ 2 പേർക്കും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഫേമിൽ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഇവര് സൈൻ ചെയ്തിട്ടുള്ളൊരു ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ, എപ്പോഴും പറയും മഹേഷ് സർ സൈൻ ചെയ്തിട്ടുള്ള ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ അതിന് ഇൻകം ടാക്സ് ഇവിടെ നോട്ടീസ് അയക്കത്തില്ല. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയക്കാം, ഇവിടെ ഒരു പ്രശ്നം പോലും കാണത്തില്ല, ഒരു മിസ്റ്റേക്ക് പോലും കാണത്തില്ല. വളരെ കൃത്യമായിട്ടായിരിക്കും ടാക്സ് അടച്ചിരിക്കുന്നത്. അതേസമയം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ടാക്സ് ഏറ്റവും മിനിമം ആയിട്ട് രീതിയിൽ മാനേജ് ചെയ്യാനും കഴിയും. അത്രയും വലിയ എക്സ്പേർട്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്നെനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. And India right now needs people like that. India needs creative, visionary and people of integrity in this field. Integrity is very important because ഒരു ഇവേസീവ് ആയിട്ടുള്ള രീതിയിൽ, ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ അല്ല ടാക്സ് മാനേജ് ചെയ്യുന്നത്. വളരെ ലീഗലായിട്ടുള്ള, വളരെ എത്തിക്കലായിട്ടുള്ള രീതിയിൽ
ടാക്സിന് മാനേജ് ചെയ്യണം, ഗവൺമെന്റിന് നഷ്ടം വരാത്ത രീതിയിൽ ടാക്സിന് മാനേജ് ചെയ്യണം. പക്ഷെ അതേസമയം ക്ലയന്റിന്റെയും ബിസിനസ്സുകളുടെയും ആരോഗ്യം മോശമാകാത്ത രീതിയിലും ടാക്സിന് മാനേജ് ചെയ്യണം. യു നീഡ് ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി, ലോട്ട് ഓഫ് ഇന്നോവേഷൻ in this field and a lot of expertise in this field. This is the second biggest responsibility of a chartered accountant. The third responsibility of a chartered accountant is finance, which again is a vast area where I try to specialize in finance. Finance varum, strategic finance varum, treasury varum, valuation also നമുക്ക് ഫിനാൻസിന്റെ കീഴിൽ വേണമെങ്കിൽ പെടുത്താം. റിസ്ക് മാനേജ്മെന്റ് ഓൾസോ കംസ് ഇൻ ഫിനാൻസ്. അങ്ങനെ പല ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന ഫിനാൻസ്. ബേസിക്കലി ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് മാനേജ് ചെയ്യുക, ഫിനാൻസ് മാനേജ് ചെയ്യുക, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടുന്ന് പൈസ ഒപ്പിക്കണം, എനിക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പൈസ ലോൺ ആയിട്ട് എടുക്കണോ, ഇക്വിറ്റി ആയിട്ട് എടുക്കണോ, പാർട്ട്നേഴ്സിന് ഷെയർ ആയിട്ട് മേടിക്കണോ, റിസർവ്സിന് റീഇൻവെസ്റ്റ് ചെയ്യണോ തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കുക. ട്രഷറിയിൽ ക്യാഷ് മാനേജർ, ഇപ്പം SBI പോലുള്ള കമ്പനികളിൽ കോടിക്കണക്കിന് രൂപ ക്യാഷ് ആയിട്ട് നിൽപ്പുണ്ട്. ആ ക്യാഷിനെ എങ്ങനെ മാനേജ് ചെയ്യും? SLR 20.5%, CRR 3.5%, അതുകൂടാതെ ബാക്കി ക്യാഷിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, HTM വേണോ, AFS വേണോ, HFT വേണോ എന്ന രീതിയിലുള്ള ഡിസിഷൻസ്, ട്രഷറി മാനേജ്മെന്റ് ആൻഡ് വാല്യുവേഷൻ. സോ again, I'm not going too much into that, but these are all amazing fields with a lot of prospects. India today needs good chartered accountants with a lot of integrity and a lot of vision. And in terms of number also, കാരണം ഏതോ ഒരു ഡേറ്റിൽ ഞാൻ കണ്ടത് ഇന്ത്യയിൽ അറ്റ് ദ മൊമെന്റ് 2.5 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉള്ള ഇന്ത്യ നീഡ്സ് 7 lakh chartered accounts right now. And India needs good chartered accountants. India needs wonderful experts, creative, visionary and chartered accountants with integrity, because we are the doctors of the Indian economy. And when our performance comes down, it hits the economy. It severely hits the economy. And when it hits the economy, the entire table collapses. So we need chartered accountants. And whenever I say chartered accountants, എനിക്ക് chartered accountant നാച്ചുറലി വരുന്നത്, ഞാനൊരു CA കാരനായതുകൊണ്ടാണ് ഞാൻ നാച്ചുറലി chartered accountant വരുന്നത്. അതേ ത്രാസിൽ തന്നെ വരുന്ന 2 പ്രൊഫഷൻസ് ആണ് CMA and CS, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ആൻഡ് CS. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ബേസിക്കലി ഫോക്കസ് ഓൺ കോസ്റ്റിംഗ്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് കോസ്റ്റിംഗ്. അവരുടെ കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ സെക്ടറിലൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് കോസ്റ്റിംഗ് പ്ലേ ചെയ്യുന്നത്. കമ്പനി സെക്രട്ടറീസ് ഫോക്കസ് മോസ്റ്റ്ലി ഓൺ കമ്പനി ലോ, കമ്പനിയുടെ ലീഗൽ കംപ്ലയൻസുകളെ കുറിച്ചാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഒരു കമ്പനിയുടെ ഡയറക്ടറിന് ഡിന്നർ എടുത്ത് കൊടുക്കണം, ഇതൊക്കെ കമ്പനി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരും. സോ ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ ഡ്യൂട്ടീസ് ദാറ്റ് എ ഫിനാൻസ് പ്രൊഫഷണൽ ഹാസ് ടു പെർഫോം. ചെറിയ കാര്യമല്ല, വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള റെമ്യൂണറേഷൻ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ കൈൻഡ് ഓഫ് പേയ്മെന്റ് ദാറ്റ് യു ഗെറ്റ് ഇസ് ഓൾസോ ക്വൈറ്റ് ഹൈ. അതേപോലെ തന്നെ നമ്മൾ ഇടേണ്ട എഫേർട്ടും വളരെ വലുതാണ്. ഇതിന്റെ കോഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം വിഷ്ണു ആൻഡ് ശ്രീപ്രിയ വിൽ എക്സ്പ്ലെയിൻ ടു ഇൻ ഡീറ്റെയിൽ. ബട്ട് അഗൈൻ ലെറ്റ് മീ ടെൽ യു, the money that you make or probably the difficulty of the course should not be the determining factors for you to decide whether there's it. നിങ്ങൾക്ക് ആ സബ്ജക്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? Can you be good at it? If you can be good at it, definitely ആ കോഴ്സ് പാസ്സാവും, ഒരു സംശയം വേണ്ട. കുറെ പേര് പറയുന്നുണ്ട് CA പാസ്സാൻ വളരെ ബുദ്ധിമുട്ടാണ്, CA പാസ്സാൻ പാടാണ്, പാസ്സാവത്തില്ല. നിങ്ങൾക്ക് സബ്ജക്റ്റിനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്സാവും. അതൊരു ശല്യം, ടാക്സ് എന്ത് കോപ്പാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാസ്സാകത്തില്ല. സ്നേഹിച്ച് പഠിച്ച ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാസ്സാവുക തന്നെ ചെയ്യും. കാരണം പാസ്സാകുന്ന മാത്രമല്ല, പാസ്സായി കഴിഞ്ഞാൽ യു ഹാവ് എ ഗ്രേറ്റ് കരിയർ അഹെഡ് ഓഫ് യു വിത്ത് എ ലോട്ട് ഓഫ് ഡെപ്ത്. എൻ്റെ ഗുരു MP വിജയകുമാർ സർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനോടും പറയാൻ ശ്രമിക്കാറുണ്ട്, നിങ്ങളോടും പറയുന്നു. CA എന്ന് വെച്ചാൽ ഡോക്ടറിനെ പോലെയാണ്. നിങ്ങൾക്ക് വെറുതെ ചെറിയൊരു ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു അല്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഒരു ഡോക്ടറിന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി പോലെ ഒരു ചാർട്ടർ അക്കൗണ്ടിന് 1000 കോടി രൂപ അല്ലെങ്കിൽ 10,000 കോടി അല്ലെങ്കിൽ 1,00,000 കോടി രൂപ വരുന്ന ഫിഗേഴ്സ് ഉള്ള ബാലൻസ് ഷീറ്റും P&L സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്യണം. That is the scale to which a chartered accountant can grow. Okay, so if this excites you, definitely decide and talk to me. You can definitely talk to me. You can talk to your seniors, you can talk to your teachers, you can talk to other chartered accountants, you can talk to CA students. Get a better idea of what entails this whole process, and then take a call and have a great life, have a happy life, have a job that gives you a lot of happiness. Okay, so over to Vishnu and Sripriya. Thank you. Yes, പറയൂ. അല്ല എനിക്ക് നെറ്റ് കട്ടായത് ഇടി വന്ന കണ്ടുപോയി. ഓക്കെ, എന്റെ ഒരു ഏട്ടൻ CA ഫൈനലാണ്. പുള്ളിക്കാരൻ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് സംസാരിക്കുന്നത്? അശ്വിൻ.
അശ്വിൻ പറയൂ അശ്വിൻ. അല്ല എന്റെ ഒരു ഏട്ടനെ എന്റെ ഒരു കസിൻ CA ഫൈനലാണെന്ന് പുള്ളിക്കാരൻ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പാടാണ് ഞാൻ പറഞ്ഞില്ലേ. ഫൈനൽ എവിടെയാ ചെയ്യുന്നത്? ഫൈനല് പുള്ളി എറണാകുളമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്താ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പേരെന്താ? പേര് പ്രണവ് മഠത്തിൽ. പ്രണവ്. ഏത് ഇയർ ആണ് ഇപ്പം? ഐ മീൻ ഫൈനൽ അല്ലേ ഇപ്പം? അതെ ഫൈനലാണ്. എക്സാം എഴുതിയോ? എക്സാമിന്റെ ഡേറ്റ് ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അത് മാറ്റി മാറ്റി കളിക്കല്ലേ. എക്സാം നടന്നായിരുന്നു ഇപ്പോ? ജനുവരിയിൽ എക്സാം വരുന്നുണ്ട് എന്തോ കണ്ടല്ലോ. ആണോ? ഓക്കെ. ഓപ്റ്റ് ഔട്ട്. അതെ. വേറെ ആരെങ്കിലും അശ്വിൻ ഇപ്പൊ പറഞ്ഞ പോലെ വേറെ ആരുടെങ്കിലും കസിൻസ് ഓർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും CA ചെയ്യുന്നവരുണ്ടോ? CA അല്ലെങ്കിൽ CS ഓർ ICWA ചെയ്യുന്ന? ഫോൺ ഇഷ്യൂ ആണെങ്കിൽ യു ക്യാൻ ഓൾസോ മെസ്സേജ്. ഇല്ല ഗോപിക. ഓക്കെ. No. Okay. So shall we go on? നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? നമ്മുടെ ഈ സെഷന്റെ ടെക്നിക്കൽ ആസ്പെക്ട്. മാന്യ എന്തെങ്കിലും പറയാൻ വരുവാണോ? മാന്യ ഇല്ലല്ല ആരും ഒന്നും പറയാൻ വരുന്നില്ല തോന്നുന്നു. ഓക്കെ. സോ നമുക്ക് we'll go on to the next. വിഷ്ണു ചേട്ടാ are you? Yeah. Okay. Okay, fine. Okay, so അപ്പം ഇപ്പൊ ഈ കോഴ്സിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രമൻ ചേട്ടൻ തന്നായിരുന്നു. അപ്പം ഇതിന്റെ കോഴ്സിന്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട് ഞാൻ പറയാം. അതായത് അതായത് 3 കോഴ്സസ് ഉണ്ട് നമുക്ക്. അതായത് നിങ്ങൾ കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണലി 3 ടൈപ്പ് കോഴ്സസ് ഉണ്ടാവും. ഒന്ന് CA, ഒന്ന് CS, ഒന്ന് CMA. ഈ 3ത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ ഇപ്പൊ പറയാൻ പോവാണ്. അതായത് ആദ്യം നമുക്ക് CA എന്ന് തുടങ്ങാം. അപ്പൊ CAയിൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ, 2 ഇന്റർമീഡിയറ്റ്, 3 CA ഫൈനൽ. CA ഫൗണ്ടേഷൻ നിങ്ങളിപ്പം ഗ്രാജുവേഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വരത്തില്ല. CA ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷനിൽ 55% മിനിമം വേണം. ഇഫ് യു ആർ ഫ്രം എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അഥവാ സയൻസ്, അതായത് ഇപ്പൊ BSc ആരും ഉണ്ടെന്ന് പറഞ്ഞു, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ 60% മിനിമം വേണം നിങ്ങളുടെ ഗ്രാജുവേഷനിൽ ഈ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം 54% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫൗണ്ടേഷൻ എഴുതേണ്ടി വരും. ഫൗണ്ടേഷൻ പക്ഷെ 4 പേപ്പർ മാത്രമേ ഉള്ളൂ. അത് ഫൗണ്ടേഷൻ ഒരു നല്ലൊരു പാസ് പെർസെന്റേജും ആണ്. അപ്പം ഈവൻ ഇഫ് യു ആർ ഹാവിങ് ഗ്രാജുവേഷന് കുറവ് മാർക്ക്, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. പക്ഷെ ഈ ഫൗണ്ടേഷൻ വഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ ഗ്രാജുവേഷൻ വച്ച് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനെ പറയുന്നത് നമ്മൾ ഡയറക്റ്റ് എൻട്രി സ്കീം എന്നാണ് പറയുന്നത്. ആ സ്കീം പ്രകാരം നിങ്ങൾക്ക് 9 മാസം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അണ്ടറിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു മന്ത്ലി സ്റ്റൈഫണ്ടും തരും. അത് ഇപ്പൊ നിങ്ങൾ കയറുന്ന സ്ഥലം പോലെ ഇരിക്കും. മിനിമം ഒരു 2500 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ചില ഫേംസ് 10 കൊടുക്കും. അത് ഡിപ്പെൻസ് ഓൺ എവിടെ കയറുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ എങ്ങനെ പോയി, അത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സ്റ്റൈഫണ്ട് ഡിസൈഡ് ചെയ്യും. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈഫണ്ട് നോക്കി ഒരു ഓഫീസിൽ കയറില്ല. ആ ഓഫീസിൽ നിങ്ങൾക്ക് 2 കാര്യം നോക്കി ഒരു ഓഫീസ് ചൂസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആ ഓഫീസിൽ. കാരണം ചില ഓഫീസിൽ 9 to 5 എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ 6, 7, 8, 9, 10 അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഓഫീസുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റൈഫണ്ട് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓഫീസിന്റെ വർക്കിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പിന്നെ മെയിൻ കാര്യം, അതായത് പഠിക്കാൻ വന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുപോകും. അപ്പം നിങ്ങൾ ഈ കോഴ്സ് എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റ് എൻട്രി പോവുകയാണെങ്കിൽ ഫേം സെലക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഡയറക്റ്റ് എൻട്രി വഴി വരുവാണെങ്കിൽ 9 മാസം ആർട്ടിക്കിൾഷിപ്പ്, അതായത് 3 വർഷമാണ് മെയിൻലി ആർട്ടിക്കിൾഷിപ്പ് ഉള്ളത്. അതിൽ 9 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷൻ എഴുതാം. ഇന്റർമീഡിയറ്റിന് 8 പേപ്പറാണ് ഉള്ളത്. അതിനെ 2 ഗ്രൂപ്പ് ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. CA കോഴ്സിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേപ്പർ പാസ്സായി ബാക്കി പേപ്പേഴ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും അതേ ഗ്രൂപ്പ് എഴുതേണ്ടി വരും. അതാണ് CA കോഴ്സിന്റെ ഒരു നെഗറ്റീവ് ഇത്രയും റിസൾട്ട് വരാൻ കാരണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്രൂപ്പ് 1ൽ 4 വിഷയങ്ങളുണ്ട്,
ഗ്രൂപ്പ് 2-ൽ 4 വിഷയമുണ്ട്. ഗ്രൂപ്പ് 1-ൽ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അക്കൗണ്ട്സ്, ഒന്ന് ലോ, ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്, 4 ടാക്സേഷൻ. അപ്പൊ ഈ 4 പേപ്പറിലും മൊത്തം 100 മാർക്കിന്റെ ആയിരിക്കും പേപ്പർ. അപ്പൊ ഈ 4 പേപ്പറിലും നിങ്ങൾക്ക് ഒരു മിനിമം 200 മാർക്ക് വേണം ഈ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇപ്പൊ എന്നിട്ട് ഈ ഓരോ പേപ്പറിനും മിനിമം പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ 40 × 4 160 ആവുന്നുള്ളൂ. അപ്പം ഈ 40 × 4 ദാറ്റ് ഈസ് 160. പിന്നെ അത് കൂടാതെ ഒരു 40 മാർക്ക് എക്സ്ട്രയും കൂടെ വേണം. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് പാസ് ആവണമെങ്കിൽ 200 മാർക്ക് വേണം. അപ്പം ഇൻ എഫക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 50 മാർക്ക് ഒരു വിഷയത്തിന് വേണം ടെക്നിക്കലി പാസ് ആവാൻ. ഓക്കെ, aggregate JKRT, യെസ്, aggregate, അതായത് 200 മാർക്ക് ആഗ്രിഗേറ്റിൽ വേണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഡ്വാൻസ് അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ITSM ആൻഡ് FM ആൻഡ് എക്കണോമിക്സ്, ഈ 4 പേപ്പർ. ഇതിലും സെയിം 200 മാർക്സ് വേണം. പിന്നെ 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുന്നവർക്ക് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് അതിൽ 240 കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 160 കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ മാർക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് ഇടാം. പക്ഷെ ഈ സെറ്റ് ഓഫ് ഓൺലി പോസിബിൾ ഇഫ് യു റൈറ്റ് 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതിയാൽ മാത്രമേ ഈ സെറ്റ് ഓഫിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നൊന്നായിട്ട് എഴുതുവാണെങ്കിൽ 200 മാർക്ക് തന്നെ വേണം പാസ്സാവാൻ ഓരോ ഗ്രൂപ്പിനും. പക്ഷെ 2 ഒരുമിച്ച് എഴുതുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റ് ഓഫിന്റെ അപ്പം അത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ കോഴ്സിൽ എൻറോൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് പ്രിഫറൻസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതാണ് ബേസിക്കലി ഇന്റർമീഡിയറ്റിനെ പറ്റിയുള്ള ഇത്. പിന്നെ ഫൈനലിലും ഇതുപോലെ സെയിം ഓൾമോസ്റ്റ് ഇതുപോലെ 8 പേപ്പർ ഉണ്ട്. അപ്പം ഈ ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പും 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനലിൽ അപ്പിയർ ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി CA കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ. പിന്നെ ഇതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ കുറെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. ലൈക്ക് കൾച്ചറൽ ഫെസ്റ്റ് നടത്താറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓരോ ബ്രാഞ്ചിൽ തന്നെ ഇപ്പൊ എറണാകുളം നിങ്ങളുടെ നിയർ ബൈ ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് ബ്രാഞ്ച് ഉണ്ട്, ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് ഉണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, കോട്ടയത്തുണ്ട്, കാലിക്കട്ടുണ്ട്, കണ്ണൂരുണ്ട്, കോട്ടയമുണ്ട്. സോ ഇവർക്കെല്ലാവർക്കും സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ട്. സിക്കാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ സ്റ്റുഡൻസ് വിങ് ആണ്. അപ്പൊ ഇവര് കുറെ സെമിനാർസ്, വർക്ക്ഷോപ്സ്, ഇതുപോലത്തെ ഇങ്ങനത്തെ കുറെ വെബിനാർസ്, ഇങ്ങനെ കുറെ സെഷൻസ് അവർ നടത്തും. ഓൺലൈൻ ആണ്. വെബിനാർസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അല്ലാത്തത് ഓരോ ലൈക്ക് എൻട്രി ബേസിസ് ഉണ്ട്. പിന്നെ കൾച്ചറൽ ഫെസ്റ്റ് നടത്തും, സ്പോർട്സ് ഫെസ്റ്റ് നടത്തും. ഫോർ എക്സാമ്പിൾ 2 വർഷം മുമ്പ് ഞാനും ശ്രീപ്രിയയും ഒരു കമ്മിറ്റിയുടെ ഇതായിരുന്നു. ഞാൻ സെക്രട്ടറി ആയിരുന്നു, ശ്രീപ്രിയ വൈസ് ചെയർമാൻ ആയിരുന്നു. അപ്പൊ നമ്മളും കുറെ ഇവന്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു കമ്മിറ്റിയുടെ ഹെഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സൈഡ് തിങ്സും കാണാൻ പറ്റും. അതായത് നിങ്ങളൊരു പരിപാടി നടത്തും. അപ്പൊ അതൊരു നല്ലൊരു എക്സ്പോഷർ ആണ് നിങ്ങൾക്ക്. പല ഇപ്പം നമ്മുടെ സമയത്ത് തന്നെ നമുക്ക് കളക്ടറായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് കുറെ ഇന്ററാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഒരു പക്ഷേ ഈ കോഴ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ ഓൾട്ടർനേറ്റീവ്സ് ഈ CA വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ ആരോ പറഞ്ഞതുപോലെ കഷ്ടപ്പാടാണ്. അശ്വിൻ പറഞ്ഞതുപോലെ കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വേ ഓഫ് തിങ്കിങ് എന്തായാലും മാറും. അത് മാറിക്കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ഞാൻ കയറുന്ന മുമ്പേ ഞാൻ ഒരു പ്രാവശ്യം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 90% മാർക്ക് തല ചുറ്റുന്നു കേട്ടിട്ട്. ആതിര, ഐ വിൽ ഗിവ് യു ദ റിപ്ലൈ ഫോർ ദിസ്. ഓക്കെ, ആതിരയ്ക്കുള്ള എന്താണ് ഇതിനുള്ള റിപ്ലൈ എന്നുള്ളത് ഞാൻ തരാം. ലെറ്റ് വിഷ്ണു കംപ്ലീറ്റ്. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പം ഞാനിപ്പോ +1 +2 ആയിരുന്നപ്പോ ഞാൻ ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോഴ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ 10ാം ക്ലാസ് എഴുതി, ബോർഡ് എക്സാം ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ ഞാൻ ബോർഡ് എക്സാം എഴുതി. എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ അവസാനം എഴുതിയ ഫിസിക്സ് ആണ്. ആ ഫിസിക്സ് എക്സാം എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ കൊമേഴ്സിലോട്ട് വന്നതാണ്. കൊമേഴ്സിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും മറ്റേ നമ്മുടെ +1 ക്ലാസ്സിൽ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുമല്ലോ എന്താവണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും CA. അപ്പം ഇങ്ങനെ ഓരോ നമ്മൾ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരും. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല. പിന്നെ ഞാനും CA അങ്ങനെ ഇതിലോട്ടാണ് ഞാൻ വന്നത്. എന്നിട്ടാണ് ഞാൻ കോഴ്സ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ കോഴ്സിനെ പറ്റി കുറെ പഠിച്ചത്. റൈറ്റ്. സോ പിന്നെ ഒരു കാര്യം, ഈ മാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് 10ാം ക്ലാസ്സിൽ
76%, +2 78% ഉള്ളൂ. ഞാനിപ്പോ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ അടിപൊളി. ഫൈനൽ അത് വരെ കുറച്ച് എത്തി. മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഫൈനൽ എത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതിനേക്കാളും മോട്ടിവേഷൻ ഞാൻ വേറെ ഒരു കാര്യം പറയാം. എനിക്ക് അറിയാവുന്നുള്ളൊരു വ്യക്തി, പുള്ളി ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് പുള്ളി എവിടെയോ എക്സാക്ട് ജോബ് ലൊക്കേഷൻ അറിയത്തില്ല. പുള്ളി ഇപ്പൊ നല്ലൊരു നില എത്തിയിട്ടുണ്ട്. പുള്ളിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആക്ച്വലി +2 പൊട്ടിയതാണ്. ഓക്കെ, പുള്ളി +2 പൊട്ടിയിട്ട് പുള്ളി CA വന്നു. അങ്ങനെ ലൈഫ് മാറിയത്. ഇത് ലൈഫ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊച്ചിലെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയുമല്ലോ ഈ പയ്യൻ നല്ല മാർക്ക് പഠിപ്പിസ്റ്റാണ്. അപ്പൊ പഠിപ്പിസ്റ്റിന് മാത്രമേ നല്ല മാർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അതായത് ഇപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഇന്ററിന് കുറെ അറ്റംപ്റ്റ് എടുത്തായിരുന്നു. അപ്പം ഓക്കെ, ഇന്റർ എനിക്ക് അതായത് ഇന്ററിന് 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാൻ ഇന്ററിന് അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ ഒത്തിരി എളുപ്പമെന്നാണ് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാൻ ഇച്ചിരി പാടെന്ന് പറയും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി ഞാൻ പൊട്ടിയിരുന്നു. എന്നിട്ട് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, ലൈക് പുള്ളി ഞാൻ പഠിക്കുന്ന കാണുമായിരുന്നു. ഞാൻ എന്നും ലൈബ്രറി രാവിലെ വന്ന് പഠിച്ചിട്ടു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഒരു കാര്യം വന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ എന്റെ ട്രജക്ടറി മാറിയത്. കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ഗ്രൂപ്പ് എല്ലാവർക്കും പാടായ സാധനം ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യും. എന്റെ സെക്കൻഡ് ചാൻസിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് പോയി. എന്റെ ഫസ്റ്റ് ഗ്രൂപ്പിന് എനിക്ക് 4 ചാൻസ് എടുത്തായിരുന്നു. അപ്പൊ ആ പുള്ളി ഒരു കാര്യം പറഞ്ഞ സാധനമാണ് എനിക്കത്, ലൈക്ക് നമ്മൾ പറയില്ലേ മെന്റോസ് കഴിച്ചാൽ ലൈറ്റ് ബൾബ് കത്തും, അതുപോലെ എനിക്ക് കത്തിയ സാധനം. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ നന്നായി പഠിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം നിനക്ക് ഒന്നേ ഉള്ളൂ, നീ പഠിക്കുന്ന രീതി തെറ്റാണ്. അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി ഇരുന്ന് ആലോചിച്ചു. ഞാൻ ഏത് ബുക്കാണ് നോക്കുന്നത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. ആ ബുക്കല്ല ഞാൻ നോക്കുന്നത്. ഞാനിങ്ങനെ നെറ്റിൽ പോയിട്ട് ആ നോട്ട് ഈ നോട്ട് ഏതോ ഒരുത്തം ഉണ്ടാക്കിയ നോട്ട് അത് വെച്ചിട്ട് ഞാൻ പഠിക്കുന്നു. അത് ക്വസ്റ്റ്യൻസ് അത് മാർക്ക് ചെയ്താൽ മാർക്കും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് പാസ്സാവണമെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നു, അതെന്റെ ബൈബിളാണ്, അതെന്റെ ഖുറാനാണ്, എന്റെ ഭഗവത്ഗീതയാണ്. ഞാൻ അത് വെച്ചിരുന്ന് പഠിച്ചു. അത് പഠിച്ചിട്ട് ഞാൻ ഉടനെ പാസ്സായി. അപ്പം ഈ ഒരു പഠിക്കുന്ന പിള്ളേർക്ക് മാത്രം എന്ന് പറഞ്ഞത് അത് ലൈക്ക് നമ്മുടെ +2 വരെ നമുക്ക് പറയാം പഠിക്കുന്ന പിള്ളേർ. പക്ഷെ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് എന്തൊക്കെയോ നിങ്ങൾ പഠിക്കുന്ന പ്രിപ്പറേഷൻ രീതിയിൽ എന്തോ തെറ്റാണ്. അതിനെപ്പറ്റി ഇപ്പം യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ, ഞാൻ തന്നെ യൂട്യൂബിൽ ഞാൻ കള്ളം പറയുന്നത്, ഞാൻ യൂട്യൂബിൽ നല്ല നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇത് ചെയ്യും, എന്ത് ടിപ്സ്, എന്ത് ടിപ്പ്. ഇപ്പൊ ഓരോ ആൾക്കാർ ഓരോ വീഡിയോ അവർ എങ്ങനെ പഠിച്ചു, അതിന് ഞാൻ അവരെ സ്ട്രാറ്റജി എടുത്തു. ഒരിക്കലും ഒരാൾ പഠിക്കുന്ന രീതി അതുപോലെ കോപ്പി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ 5-6 പേര് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പെർസ്പെക്റ്റീവ് കിട്ടും എങ്ങനെ പഠിക്കുമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒത്തിരി സമയം എടുത്തു. ഞാൻ അതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ എനിക്ക് നന്നായിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് പഠിക്കുമ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം, അതായത് 6 കാര്യം 100% ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും ഉള്ള എല്ലാ കാര്യത്തിലും 80% ആയിട്ട് നല്ലൊരു കവറേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ CA സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാസ്റ്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് എന്റെ ബുക്സ് ഇത്ര എന്റെ ബുക്സ് ആണ്. ഓക്കെ, അതില് കുറച്ച് എന്റെ CA അല്ലാത്ത കുറച്ച് ബുക്സ് ഉണ്ട്. അത് ഞാൻ അല്ലാതെ കുറെ റീഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ബുക്സും ഉണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും ബുക്സ് ഉണ്ട് അതിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും ബുക്സ് കാണുമ്പോ തന്നെ ലൈക്ക് ഇപ്പൊ പറയില്ലേ, ലൈക്ക് ഈ ഒരു കോഴ്സ് വന്നിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. നിങ്ങൾ ആ 3 വർഷം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് മുമ്പേ ഒരു 1.5 days ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് പഠിക്കുന്നു അതാണോ നിങ്ങൾ പരീക്ഷയിൽ എഴുതാൻ പോകുന്നത്. അപ്പം പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് 1.5 ദിവസം കൊണ്ട് എത്ര പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ സ്മാർട്ടായിട്ട്, അതായത് ഇറ്റ്സ് നോട്ട് ഹാർഡ് വർക്ക്, ഇറ്റ്സ് സ്മാർട്ട് വർക്ക്. സ്മാർട്ടായിട്ട് എത്രത്തോളം നിങ്ങൾ നന്നായി പഠിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങളുടെ ഗ്രേഡ്സ് ഇംപ്രൂവ് ആവും. അതാണ് എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് +1 +2 കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ല മാർക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ലൈക്ക് യു ഹാവ് ടു, നിങ്ങൾ ലൈക്ക് പഠിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് വരുമ്പോൾ ഈ ഒരു ലൈക്ക് ടിപ്സ് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിത് കുറെ റീസെർച്ച് ചെയ്ത് വന്നതാണ്. അപ്പൊ ഇതിനെ ആക്ച്വലി സയന്റിഫിക്കലി പ്രൂവൺ ടെക്നിക്കാണ്. ഇതിനെ പാരറ്റോ അനാലിസിസ് എന്ന് പറയും. അതായത് 20% സ്റ്റഫ് മേക്ക്, ഇപ്പം നിങ്ങൾ 20% മെയിൻ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 80% മാർക്ക് അതിൽ നിന്നായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ BBA, BCom, BBA, BSc പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ പാരറ്റോ അനാലിസിസ് നിങ്ങളുടെ ഈ കോഴ്സിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വർഷത്തെ പാസ് പേപ്പർ എടുക്കുക. അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറെ ടോപ്പിക്സ് കാണും. ആ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് വെക്കുക. അതിന് നമ്മൾ ചെറി പിക്കിംഗ് എന്ന് പറയും. ആ മെയിൻ ടോപ്പിക്സ് നോക്കി നിങ്ങൾ അത്രയും സ്ട്രോങ് ആവുക. ആ ഏരിയകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോയാലും നല്ല എഴുതാൻ പറ്റും. കാരണം ഒരു 4-5 പ്രാവശ്യം അതേ ടോപ്പിക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് വരും. നിങ്ങളുടെ
ടെക്സ്റ്റ് ബുക്ക് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. 80% വെറും ഒരു യൂസ് ഇല്ലാത്ത കണ്ടന്റ് ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നേ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ എക്സാമിനറിന് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുമോ? കാരണം ഈ ഒരു റിയലൈസേഷൻ എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ ഹാളിൽ പോയപ്പോഴത്തേക്ക് ഞാൻ വിട്ട കാര്യം തന്നെ അതുപോലെ ചോദിച്ചു. അപ്പൊ ഇത് 1-2 പ്രാവശ്യം എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഞാൻ വിട്ടുപോയ കാര്യം എങ്ങനെ ഇവർക്ക് അതുപോലെ എടുത്ത് ചോദിച്ചു. ഞാൻ എക്സാം ഹാൾ വന്നപ്പോ എന്റെ കൂട്ടുകാരത്തെ ഞാൻ ചോദിച്ചു, എടാ അപ്പം പറഞ്ഞു എടാ ഞാനും വിട്ടു. ഞാൻ പിന്നെ ഇരുന്ന് ആലോചിച്ചു, ഞാനും വിട്ടു അപ്പനും വിട്ടു. അപ്പോഴാണ് എനിക്കൊരു സാധനം മനസ്സിലായത്. അതായത് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ഏകദേശം എല്ലാവരും ഒരേപോലെയാണ്. നമുക്ക് പാടായി തോന്നുന്നതായിരിക്കും അവർക്കും പാടായി തോന്നുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ 2 കാര്യം നോക്കും. ഒന്ന്, ഈ സാധനത്തെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ? 2, ഈ സാധനത്തെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് പാടായിരിക്കും. പാടാണെങ്കിൽ ഉറപ്പായിട്ട് പഠിച്ചോ, കാരണം ഇത് തന്നെ ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യാനും പോകുന്നത്. ഓക്കെ, സോ ഈ CA കോഴ്സിനെ പറ്റി ഞാൻ ഇനി ശ്രീപ്രിയയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. അവൾ ഇനി ബാക്കി ഈ CS കമ്പനി സെക്രട്ടറിയെ പറ്റിയും കൂടെ പറയും. ബിക്കോസ് ഷീ ഈസ് എ കമ്പനി സെക്രട്ടറി സ്റ്റുഡന്റ് ആസ് വെൽ. ഹലോ, കണക്ട് പോയാൽ? Yeah, I can hear. ഓക്കെ, സോ ഞാൻ മൊത്തം വിട്ടിട്ട് കാര്യമില്ലല്ലോ, കുറച്ചെങ്കിലും നോക്കണ്ട, എന്നാലല്ലേ നമുക്ക് ഈ ഡിഗ്രി കിട്ടത്തുള്ളൂ, റൈറ്റ്? ഞാൻ ഇപ്പം ആക്ച്വലി ശ്രീപ്രിയയ്ക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഷീ വിൽ ബ്രീഫ് യു ഇൻ അബൌട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ്. ഓക്കെ ഓക്കെ, അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും കേൾക്കാമെന്ന് തോന്നുന്നു. Am I audible, വിഷ്ണു ചേട്ടാ? Yeah, you are audible. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പം നിങ്ങളുടെ റിപ്ലൈസും റെസ്പോൺസസും വെച്ച് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, മോർ ദൻ നോയിങ് അബൌട്ട് ദ കോഴ്സ്, നിങ്ങളുടെ മനസ്സിലൊക്കെ ഓൾറെഡി ഒരു പേടി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതാണ് എന്നോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ ഇതിനെ തുടങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം കേട്ടിട്ടുള്ള ആൾക്കാരാ. ആൻഡ് മോർ സോ ഞാൻ 2 പേർക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് പറഞ്ഞ ശേഷം ഐ ബ്രീഫ് ഓൺ കമ്പനി സെക്രട്ടറി. ഒന്ന് ആതിര പറഞ്ഞില്ലേ തല ചുറ്റുന്നു എല്ലാം കേട്ടിട്ട് എന്ന്. ഓക്കെ, ഞാൻ എന്റെ കഥ വെച്ചിട്ട് പറയാം. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ CA ഫൈനൽ സ്റ്റുഡന്റ് ആണ്. എന്റെ ആർട്ടിക്കിൾഷിപ്പ് ഇനി ഒരു 2 months കംപ്ലീറ്റ് ആവും. ഞാൻ എന്റെ ഫൈനൽ എക്സാം ഇപ്പൊ എഴുതിയതാണ്, ഈ ഒരു അറ്റംപ്റ്റ്. ഇപ്പൊ കേക്കാവോ? കേക്കാം. ആതിര, can you? ഇമോജി ഇട്ടായിരുന്നു. ഓക്കെ, ഞാൻ മൈക്ക് മാറ്റുന്നില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ്, ഞാൻ എന്റെ 10th കഴിഞ്ഞ് 10th എനിക്ക് 80% ഉണ്ടായിരുന്നു. ആൻഡ് 12th ഞാൻ കൊമേഴ്സ് ചെയ്ത ഐ ഹാഡ് 85%. പക്ഷെ ബിഫോർ ദാറ്റ് 10th കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ബയോമാക്സ് എടുക്കാനിരുന്ന കുട്ടിയാ. ബയോളജി ഇഷ്ടമായതുകൊണ്ട്, വേറെ കുറെ റീസൺസ് കൊണ്ടാണ് ഞാൻ ഈ കോമേഴ്സ് എന്നുള്ളത് തിരഞ്ഞെടുത്തത്. പക്ഷെ എനിക്കൊരു അക്ഷരം ഇതിനെപ്പറ്റി ഒരു വാക്കും എനിക്കറിയില്ല. എന്റെ പാരന്റ്സ് ബാങ്കേഴ്സ് ആയിരുന്നു. ആ ബേസിസിൽ ഐ ജസ്റ്റ് ചോസ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അയ്യേ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം. 11th and 12th ഫസ്റ്റ് ടേം എക്സാം വരെ അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിൽ ഞാൻ പാസ് മാർക്ക് പോലും എടുത്തിട്ടില്ല. ദാറ്റ് വാസ് മൈ സ്റ്റേജ്. 11th എൻറ്റയർ 3 ടേമും അക്കൗണ്ടൻസി ഞാൻ പാസ്സായിട്ടില്ല. 12th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എക്സാം, സെക്കൻഡ് ടേം ഇസ് യൂഷ്വലി കൺസിഡർഡ്, നമ്മുടെ ഇതിലൊക്കെ മോഡൽ എക്സാം എന്നല്ലേ പറയുന്നത് സെക്കൻഡ് ടേം എക്സാമിനെ. അതിന്റെ മുന്നത്തെ എക്സാം വരെ പോലും ഞാൻ അക്കൗണ്ട്സ് പാസ്സായിട്ടില്ല. പക്ഷെ ആഫ്റ്റർ ഓൾ ദിസ് ഞാൻ എൻ്റെ ഇന്റർ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി +2 സ്റ്റുഡൻസിന് ട്യൂഷൻ എടുത്തു. ആൻഡ് ഞാൻ പഠിപ്പിച്ച പിള്ളേര് CBSE ആണ്. 98% കൂടി പാസ്സുമായി. അപ്പം എനിക്ക് തന്നെ ഈ കോഴ്സ് പഠിക്കാനും പറ്റും, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുമെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ പോയി ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഓരോരുത്തർക്കും ഉറപ്പായും പറ്റും. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അടുത്തത് അശ്വിനോട് പറയാനുള്ള കാര്യം. അശ്വിന്റെ കസിൻ ചെയ്യുവാണ്, ടഫാണെന്ന് പറഞ്ഞു. അശ്വിനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പുള്ളി ഫൈനലാണ്. പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ജനിച്ച ശേഷമേ ഈ ABCD 1 2 3 അതൊക്കെ പഠിച്ചിട്ടാണോ ജനിച്ചേ? പയ്യെ ഓരോ സ്റ്റേജിലും ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങ് പഠിച്ചല്ലേ ഈ ലെവൽ എത്തിയത്. അശ്വിൻ ഏത് കോഴ്സാ ചെയ്യുന്നത്? BCom ആണോ?
ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. BSc കമ്പ്യൂട്ടർ സയൻസ്, അടിപൊളി. ഞങ്ങളൊക്കെ ആ ഏരിയയിൽ ഏറ്റവും വീക്കാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ട്, ITSM എന്നാണ് പേര്. ആ സാധനം പാസ്സാവാൻ എത്ര പാടാണെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. അത് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റാത്തെ? സോ ഇവിടെ പറഞ്ഞു അശ്വിൻ പറ. ഞാൻ പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ എനിക്കൊരു താല്പര്യമില്ല, അതാണ് മെയിൻ. ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കണോണ്ട് കയറിയതാ. ഓക്കെ, അല്ല നിങ്ങൾക്കും ആവാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. വിഷ്ണു ചേട്ടൻ അറിയാം, പിന്നെ രമൺ സർ അല്ലെങ്കിൽ രമൺ ചേട്ടൻ, ഹി വിൽ ഡെഫിനറ്റ്ലി സേ എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നാണ് പുള്ളിക്കാരത്തിനെ പറയുന്നത്. ഈ പുള്ളിക്കാരത്തി വേറെ ആരുമല്ല, ഞങ്ങളെ ഇൻഫർമേഷൻ ടെക്നോളജി പഠിപ്പിച്ച ഫാക്കൽറ്റിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ തവണയും പല പല ചേഞ്ചസ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസും ചേഞ്ചസും സിലബസിലൊക്കെ കൊണ്ടുവന്നപ്പോൾ IT-യുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു. അതായത് ഫൈനലിൽ ആ പേപ്പർ എടുത്ത് മാറ്റി. സോ അങ്ങനെ ആ ടീച്ചറിന് ഒരു ഇത് പോവാണ്, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഏൺ എ റെഗുലർ റവന്യൂ ഫ്രം സംതിങ് എന്നുള്ളത് മനസ്സിലായപ്പം now she has qualified her intermediate and she is doing her articleship എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് വാസ് എ മാൻഡേറ്ററി ട്രെയിനിങ്. കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു 3 വർഷം ട്രെയിനിങ് ആണ്. ടീച്ചർ ഞങ്ങളെ പോലെ അല്ല കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ CPTയും പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർമീഡിയറ്റ് 2 ഗ്രൂപ്പും പാസ്സായി. അതും ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ച് BScയും MScയും കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. രമൺ ചേട്ടാ, യു ഹാവ് ടു പ്രിവിലേജ് ആണ്, കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചർ. യെസ്, എന്നെ ഇന്റർവ്യൂ പഠിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ എനിക്ക് പുള്ളിക്കാരിയെ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. സോ എനിക്ക് എന്റെ സ്വന്തം ടീച്ചറിനെ പഠിപ്പിക്കാനുള്ള ഒരു റെയർ പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരുള്ള ഒരു കോഴ്സാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ്. ആൻഡ് സവിത മാഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇന്റർ എക്സാം എഴുതി, എനിക്കിപ്പോഴും അറിയാം. നവംബർ എക്സാമിന് ഒക്ടോബർ 15-നായിരുന്നു ലീവ്. സോ ഒക്ടോബർ 15 വരെ വർക്ക് ചെയ്തായിരുന്നു. പുള്ളിക്കാരിക്ക് മോളുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട്, ഫാമിലി ഉണ്ട്, വർക്ക് ഉണ്ട്. ഇതിന്റെ ഒക്കെ ഇടയിൽ നിന്നിട്ടാണ് പുള്ളിക്കാരി പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്ററിന്റെ ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പ്, പിന്നെ 6 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ് ആവുന്നത്. 2ഉം പേഴ്സണലായിരുന്നു, എഴുതി പേഴ്സണൽ തന്നെ കിട്ടി. സോ എക്സ്ട്രാ ഓർഡിനറി ടാലന്റിങ് ആയിട്ടുള്ള സിൻസിയറിറ്റി ഓഫ് പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള പുള്ളിക്കാരി 6 മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആവാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു അറ്റംപ്റ്റ് പോലെ ലോക്ക്ഡൌൺ കാരണം ഇത്രയും നീട്ടി, എന്നിട്ടും പഠിക്കാണ്ട് മെയ് മാസത്തിന് പഠിച്ചില്ല, പിന്നെയും നീട്ടി അവസാനം അവന് ഒക്ടോബർ മാസം ഓടിച്ചിട്ട് പഠിക്കുന്നത്. അതാണ് കോളേജിലൊക്കെ സംഭവിക്കുന്നത്. കോളേജിലൊക്കെ കുട്ടികളുടെ ആ ഒരു രീതിയാണ്, എക്സാമിന്റെ തലേന്ന് ഓടിച്ചിട്ട് പഠിക്കുക. ദാറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ ദിസ് കോഴ്സ്. ഈ കോഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതിന്റെ ഒരു എക്സാംപ്ലറി എക്സാമ്പിൾ ആണ് സവിത മാം. 6 മാസവും കുറച്ചായിട്ട് കൺസിസ്റ്റന്റ് എഫേർട്ട് ഇട്ട് പഠിച്ച് പാസ്സാൻ കഴിഞ്ഞൊരു മാഡമാണ്. ഓക്കെ, അപ്പം ഞാൻ സവിത ടീച്ചറുടെ എക്സാമ്പിൾ പറയുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ബിക്കോസ് ഷീ വാസ് മൈ ഫാക്കൽറ്റി ഓൾസോ. എന്നെയും മാം പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം അത്ര നമ്മൾ +2 വരെ അങ്ങനെ യൂസ്ഡ് ഒന്നും അല്ലല്ലോ. പിന്നീടല്ലേ നമ്മൾ ലാപ്ടോപ്പ് ആയാലും സിസ്റ്റം ആയാലും അത്രയും ഉപയോഗിച്ച് തുടങ്ങുന്നേ. കീബോർഡ് പോലും നേരെ അടിക്കാൻ അറിഞ്ഞൂടാത്ത ഒരാളായിരുന്നു ഞാൻ. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. സവിത മാമിന്റെ ഞങ്ങൾക്ക് കുറച്ച് മാൻഡേറ്ററി ട്രെയിനിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ITT എന്ന് പറയും, ഇൻഫർമേഷൻ ടെക്നോളജി ട്രെയിനിങ്. ആ ദിവസം മാം എന്നോട് പറഞ്ഞ വാക്കാ, ശ്രീപ്രിയ ആദ്യത്തെ ദിവസം ഇരുന്നതും ഈ 15ാമത്തെ ദിവസത്തിലുള്ള ചേഞ്ച്, ആ ചേഞ്ചിന് കാരണം മാം ആണ്. ആൻഡ് അന്നാണ് ഞാൻ ഇതുപോലെ പേപ്പർ പ്രസന്റേഷൻ, വിഷ്ണു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഈ കോൺഫറൻസ് അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിന്റെ അകത്ത്. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും പേപ്പേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാം, അതിനെപ്പറ്റി നിങ്ങൾ വേറെ സ്പീക്കേഴ്സുമായിട്ട് സംസാരിക്കാം, നിങ്ങൾക്ക് അതിന് നോളജ് കൂടും. അങ്ങനെ ഞാൻ പേപ്പർ പ്രസന്റും ചെയ്യാറുണ്ട്. ആൻഡ് ITT-യിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നത്. ആൻഡ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വർഷത്തിൽ മിനിമം ഒരു 3-4 പ്രസന്റേഷൻ എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം ഈ കോഴ്സിൽ വന്നുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചിന്തിക്കത്ത പോലും ഇല്ല. കാരണം നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തന്നെ അത് ഒത്തുതീർത്ത് എന്റെ കൂടെ പോകാൻ പറ്റും. കോളേജിൽ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, വീട്ടിൽ വരുന്നു, ബാക്കി കാര്യങ്ങൾ നോക്കുന്നു, എക്സാം എടുക്കുമ്പോൾ പഠിക്കുന്നു, പോകുന്നു. പക്ഷേ CA എന്ന് പറയുമ്പോൾ എല്ലാരും പറയുന്ന പോലെ അത് വെറും പഠിത്തം അല്ലെങ്കിൽ വെറും ഒരു കോഴ്സ് മാത്രമല്ല. അതിന്റെ അകത്തായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈവൻ അക്കൗണ്ട്സ് പോലും പാസ്സാവാത്ത ഞാനാണ് ട്യൂഷൻ എടുത്ത് പിള്ളേര് പാസ്സായത്. ആൻഡ് ഇപ്പൊ ഞാൻ ആ അക്കൗണ്ട്സ് CPT കഴിഞ്ഞ്
ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ഫൈനൽ എന്നുള്ള സ്റ്റേജിൽ എക്സാമും എഴുതിയിട്ട് ഞാനിപ്പോ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുവാണ്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇപ്പം ഒരെണ്ണം സിഎനെ പറ്റി ആവശ്യത്തിന് വാട്ട് എവർ യു നീഡ് ആസ് ബേസിക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്. ആരെയും എടുത്തു ചാടി നിങ്ങൾ ഇത് തന്നെ ചെയ്യണം എന്ന് പറയാനല്ല ഞങ്ങൾ മൂന്നുപേരും വന്നേക്കുന്നത്. ഇങ്ങനത്തെയുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്കുണ്ട്. ചുമ്മാ നമ്മൾ എന്തോ വന്നു എന്തോ ചെയ്തു പോയി എന്നുള്ളതായിരിക്കാൻ പാടില്ല നമ്മുടെ ആരുടെയും ജീവിതം. വി ഹാവ് ബീൻ മെന്റ് ഫോർ സംതിങ്. അപ്പൊ അത് നമ്മൾ നന്നായി ചെയ്യണം. ഓക്കെ, ഞാനപ്പോ CS-ന്റെ കാര്യം കൂടി ഒന്ന് ബ്രീഫായിട്ട് പറയാം. CS-ന്റെ കാര്യം നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉള്ളൂ. CS-നും നിങ്ങൾക്ക് ഐദർ ആദ്യം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ 3 സ്റ്റേജ് ആണ് CS-ൽ. ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷന്റെ 4 പേപ്പേഴ്സ്, അത് പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 4 എക്സാംസ് ആണ് ഉള്ളത്, 4 പേപ്പേഴ്സ് ആണത്. ബിസിനസ് എൻവയൺമെന്റ് ആൻഡ് ലോ, ബിസിനസ് മാനേജ്മെന്റ്, എത്തിക്സ്, ബിസിനസ് എക്കണോമിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഈ 4 എണ്ണമാണ് അവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ഡിഫറൻസ്. CA എന്ന് പറയുമ്പോൾ ഇവിടെ ഇറ്റ് ഇസ് മോർ ഓഫ് നമ്പേഴ്സ് ആൻഡ് ടാക്സ് കാൽക്കുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും വരുന്നത് ലോ ആണ്. നമ്മുടെ ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറീസിന്റെ ഏറ്റവും കൂടുതൽ ലീഗൽ ഇതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദേ കുഡ് ഓൾസോ പ്രാക്ടീസ് ആസ് കമ്പനി സെക്രട്ടറീസ്. MCA, നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമായിട്ടുള്ള ഡയറക്ട് ഡീലിംഗ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ്. അടുത്തത്, ഈ ഫൗണ്ടേഷന്റെ കേസിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എഴുതേണ്ടി വരില്ല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. ആൻഡ് പറഞ്ഞ പോലെ ആ 55% ക്രൈറ്റീരിയ ഇവിടെയും വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ബിലോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദിസ് ഫൗണ്ടേഷൻ ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഓൺ അടുത്ത ലെവലിലോട്ട്. ഇവിടെ ഉള്ള ഒരു കാര്യം, എഴുത്ത് അല്ലെങ്കിൽ ആ ലാംഗ്വേജ് സ്കില്ല്. ഒരു ആക്ടിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഏത് രീതിക്ക് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മറ്റേ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്പേഴ്സിന് അത്ര ഒരു പ്രസക്തി ഇല്ല. പക്ഷെ നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങൾക്ക് നല്ലൊരു ലാംഗ്വേജ് സ്കിൽ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി, കാരണം കോർപ്പറേറ്റ് വേൾഡിലും കമ്പനി സെക്രട്ടറീസിന് ഭയങ്കര ഒരു റോൾ ഉള്ളതാണ്. ക്ലയൻസിനോട് സംസാരിക്കാനും അവർക്ക് പ്രസന്റേഷൻസ് കൊടുക്കാനും പുതിയ ബിസിനസ് ഇൻവൈറ്റ് ചെയ്യാനും. ആൻഡ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ലെവലില് വി ആർ എ ഗ്രോയിങ് എക്കോണമി. അപ്പം കംപ്ലയൻസസ് കൂടുവാണ്. സോ ഡെഫിനറ്റ്ലി ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ആൾക്ക് ഒരു ജോലി എന്നല്ല, അയാൾക്ക് ചെയ്യാനായിട്ട് ദർ ഇസ് സോ മെനി അവന്യൂസ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്തത് വിൽ ബി ഗോയിങ് ഫോർ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. അവിടെ നമ്മുടെ CA പോലെ തന്നെ 2 ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പിലും 4 പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഒരുമിച്ചും എഴുതാം, 2 ഗ്രൂപ്പും ഇൻഡിവിജ്വലി. അത് നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷനും അങ്ങനെയുള്ള ഫാക്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അഗൈൻ അവിടെയും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ലോ ആണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ജനറൽ ലോസ്, അതാണ് ഹൗ യു അണ്ടർസ്റ്റാൻഡ് എ ലോ ആൻഡ് അതിന്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതാണ് ആ പേപ്പറിൽ അവരുടെ ഫോക്കസ് ഏരിയ. പിന്നെ കമ്പനി ലോ എന്ന് പറയുന്ന ഒരെണ്ണം എപ്പോഴും സ്ഥിരമായി അമെന്റ്മെന്റ്സ് ഉള്ളതാണ്. ഡിപ്പെൻഡിങ് ഓൺ ഒരു എക്കോണമിയുടെ എങ്ങനെയാണ് നമ്മൾ പോകുന്ന ഗ്രോത്ത് അനുസരിച്ച് MCA അമെന്റ്സ് കമ്പനി ലോ മിനിമം ഒരു 6 months once എങ്കിലും അമെന്റ്മെന്റ്സ് വരാറുണ്ട്. അടുത്ത സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ. അപ്പൊ ഒരു ബിസിനസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അത് തുടങ്ങി ആ ബിസിനസിനെ നിർത്തുന്നത് വരെ ഒരു കമ്പനി സെക്രട്ടറിക്ക് അവിടെ റോൾ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ടാക്സ് ലോസ്, ഇൻകം ടാക്സ് അറിയണം. അതേപോലെ ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയുമ്പോൾ മിക്ക BABയും BCom സ്റ്റുഡൻസിനും GST പറ്റി അറിയായിരിക്കും. അതിനെ നിങ്ങൾ ഒരു ട്രെയിനിങ്ങിന് GSTക്ക് ഇപ്പൊ പോയാൽ തന്നെ യു ഹാവ് സ്കോപ്പ് ലൈക്ക് എനിത്തിങ്. കാരണം അത് അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ബേസ് അവിടെ ബിൽഡ് ചെയ്യുവാണ്. സോ അതും ഇതിനകത്ത് ഫാക്ടർ ചെയ്യുന്നു. അടുത്ത സെക്കൻഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ കോർപ്പറേറ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്തുവാ, കോർപ്പറേറ്റ്സിനാണല്ലോ കമ്പനി സെക്രട്ടറീസ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു അക്കൗണ്ടിങ് ആൻഡ് ആ പ്രൊസീജിയേഴ്സും കൂടി അവർക്ക് അതിന്റെ ഒരു നോളജ് ഉണ്ടാവണം. ദെൻ സെക്യൂരിറ്റീസ് ലോസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. അത് പറയുമ്പം SEBI കേട്ടിട്ടുണ്ടോ? എനിബഡി പ്ലീസ് റെസ്പോണ്ട് ചെയ്യാമോ?
എന്തിട്ടുണ്ടോ? സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആ ഇല്ല. ഇപ്പൊ ഒരു നവനീതൻ കേട്ടിട്ടുണ്ട്. അപ്പം നവനീതൻ ഒന്ന് പറയാവോ? ഇല്ല. കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെ ആരെങ്കിലും കേട്ടവരൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞാനും പറയാം. നിങ്ങൾ അത്ര നല്ലൊരു കാര്യമല്ല. ഒരു സീരീസ് ആണ്. നവനീതൻ പോയോ? ഹലോ. യെസ്, നവനീതൻ പറഞ്ഞോ. സെബിയുടെ കാര്യം എന്താണ് നവനീതന്റെ ഐഡിയ? സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് സെബി, എന്ത് ചെയ്യും? ഈ ഷെയർ മാർക്കറ്റിന്റെ സെക്യൂരിറ്റി ഒക്കെ ഒന്ന് നോക്കാം. അതെ, കറക്റ്റ് ആണ്. ഷെയർ മാർക്കറ്റുമായിട്ടുള്ള ഡീലിംഗ്സും അതൊക്കെയാണ്. വേറെന്തറിയാം അതിനെ പറ്റി? അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ ഐ മീൻ ജസ്റ്റ് മെൻഷൻ ആയിട്ട് പോലും വരുന്നില്ല ബികോമിലോ BBA-ലോ ഒന്നും എവിടെയും? ബികോമിലുണ്ട് പഠിക്കാൻ വേണ്ടി. ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്റെ ഒരു ബ്രീഫ് എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം. സെബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി റെഗുലേറ്റർ ആണ്. നമ്മുടെ ഓരോ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് സെബി. ആൻഡ് അതിന്റെ സെബിക്ക് ലോസ് ഉണ്ട്, സെക്യൂരിറ്റീസ് ലോസ് ഉണ്ട്. ആൻഡ് അതിനും നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെയുമായിട്ടുള്ള ലോസ് ആണ്. സോ അഗെയിൻ കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ കംപ്ലയൻസ് ആണല്ലോ. അപ്പൊ അവർ ഈ കാര്യങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. എന്താണ് ഫോംസ് എപ്പോഴൊക്കെ ഫയൽ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഒരു കമ്പനി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അടുത്ത പേപ്പർ എന്ന് പറയുമ്പോൾ എക്കണോമിക് ബിസിനസ് ആൻഡ് കമേഴ്ഷ്യൽ ലോ. അഗെയിൻ അതും ഒരു ലോ തന്നെയാണ്. വീണ്ടും എക്കണോമിക് ലോസിൽ ഈ ഫെറ, സ്ക്രാ അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾ അത് കേട്ട് കാണും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിസിനസ് ആൻഡ് കമേഴ്ഷ്യൽ ലോസ്, ഇതാണ് ആ പേപ്പറിൽ വരുന്നത്. ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. നമ്മുടെ രമൺ സർ ഈസ് എ ഫാക്കൽറ്റി ഓഫ് ദിസ് ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. CA-യിൽ നമ്മളതിനെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. കമ്പനി സെക്രട്ടറിയിൽ അവർ ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഐ ഡോണ്ട് തിങ്ക് ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടേ ആ ഒരു പേപ്പറാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. രമൺ ചേട്ടാ, എനിത്തിങ് ടു സേ? പേപ്പേഴ്സ് ഇതാണ്. ഇനി ഞാൻ വീണ്ടും ഐ വിൽ ബി സ്ട്രെസ്സിങ്. ആക്ച്വലി ഇത് തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് ചേച്ചി പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ള അറിയണം. അപ്പൊ ഈ പേപ്പേഴ്സിനെ പറ്റി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിഞ്ഞിട്ട് ഇപ്പം ഗുണമില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിലുള്ള ധാരണകൾ മാറണം. ഇത് ശരിയായ ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ഇതിലോട്ട് മുന്നോട്ട് വേണമെങ്കിൽ പോവാം. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ധാരണ വന്നാൽ മാത്രമേ നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ ഞങ്ങളിതാ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല തലചുറ്റാനോ. കാരണം നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുന്ന കൊണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാനുള്ള കാര്യം. പിന്നെ ഈ കോഴ്സ് ഒന്ന് പഠിച്ചു തീർന്നു കഴിയാൻ എത്ര വർഷം എടുക്കും? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ +2 കഴിഞ്ഞാൽ നവംബറിലാണ് ഇപ്പൊ എക്സാംസ് നടക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നമുക്ക് ജൂണിൽ എഴുതായിരുന്നു. അപ്പൊ അവിടെ ഒരു 8 മാസം. നവംബർ ഉടനെ പറ്റുമല്ലേ? ഓക്കെ, അത് എനിക്കൊരു അപ്ഡേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ജൂണിൽ ഇപ്പം നമുക്ക് എക്സാം എഴുതാം. ഫസ്റ്റ് നിങ്ങളിപ്പോ +2 കഴിഞ്ഞോണ്ട് ജൂണിൽ എഴുതിയെന്ന് വെച്ചു, അതിൽ നിങ്ങൾ പാസ്സായി. ഇത് കഴിഞ്ഞ ഉടനെ റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് അടുത്ത ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാം. അത് മെയ് മാസത്തില, അതായത് അടുത്ത മെയ്യില്. അത് കഴിഞ്ഞ് അതും നിങ്ങൾ ഉടനെ പാസ്സായി എന്ന് വെച്ചോ. റിസൾട്ട് വന്ന ഉടനെ യു ക്യാൻ ജോയിൻ ഫോർ യുവർ ട്രെയിനിങ്. 2.5 years ആണ് നിങ്ങളുടെ മാൻഡേറ്ററി. ഐ മീൻ മൊത്തം 3 years ഉണ്ട്. പക്ഷെ 2.5 വർഷം നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാം. സോ അവിടെ 2.5 years കഴിഞ്ഞ് പറയാം. രജിസ്ട്രേഷൻ ആൻഡ് ഫീ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഞാനിപ്പോ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. 2.5 years. അപ്പം ടോട്ടൽ ആർട്ടിക്കിൾഷിപ്പ് തീരുമ്പം 3 years ആയി. ശരിക്കും എല്ലാ രീതിയും കറക്റ്റ് ആയിട്ട് എവിടെയും തെറ്റിക്കാതെ പാസ്സായി പോയാൽ 4.5 years യു ക്യാൻ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രം പാസിംഗ് യുവർ +2. ഒരു എഞ്ചിനീയറിംഗിന് പോയാൽ 4 വർഷം, MBBS പോയാൽ 5 വർഷം, അത്രേ ഉള്ളൂ. 22 or 23. ആൻഡ് there are people who have qualified at 21. എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. കേരളത്തും ട്രിവാൻഡ്രവും ഒക്കെ നിൽക്കട്ടെ, നോർത്തിലൊക്കെ മൾട്ടിപ്പിൾ ഡിഗ്രീസ് എടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അറിയോ നിങ്ങൾക്ക്? 21 വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കമ്പനി സെക്രട്ടറി ആണ്, ICWA ആണ്. നമ്മൾ അത്രയ്ക്ക് ലെവലൊന്നും ആലോചിക്കണ്ട. പക്ഷെ എന്തും
നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്കൊക്കെ അത്രയും പറ്റുമെങ്കിൽ നമ്മളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് പറ്റത്തില്ല? ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങൾക്കത് എത്തിക്കാനുമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഇന്റൻഷൻ. സോ ജീവിതത്തിൽ ഏതൊരു കാര്യവും ആർക്കും പറ്റും. പാട് എന്ന് അശ്വിൻ പറഞ്ഞതാണ് എനിക്ക് വീണ്ടും വരുന്നത്. എൻ്റെ കസിൻ പഠിക്കുന്നുണ്ട്, പാടായിരുന്നു. നെവർ തിങ്ക് ലൈഫിൽ പാട് എന്നുള്ളൊരു ഫാക്ടറേ ഇല്ല. ഓരോ സ്റ്റേജിലും ഒന്നൊന്ന് പാടാണ്. ഇപ്പൊ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പറയും, ഈ 8 സബ്ജക്ട് ഞാനിരുന്ന് പഠിച്ചിട്ട് എങ്ങനെ ചേച്ചി പോയി എക്സാം എഴുതാൻ. നേരെ 10ന്നത് +2 ആവുമ്പം എന്തെങ്കിലും പറഞ്ഞു അശ്വിൻ? അത് ശരിയാണെന്ന് അത് വളരെ ശരിയാണെന്ന് പറഞ്ഞാണ്. ഓക്കെ, +2 എത്തുമ്പം നമുക്ക് അവിടെ 6 സബ്ജക്റ്റേ ഉള്ളൂ. 10 എന്ത് എളുപ്പമാണ്, +2 നോക്കി ഇത്രയും വാസ്റ്റ് ആണ്, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ എഴുതി, അതിന്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അവിടെ പോകണം, നീറ്റ് എഴുതണം, എന്തൊക്കെ പറയും. ഇനി അതും കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ പഠിക്കത്തേ ഇല്ല, അത് വേറെ കാര്യം. ഇനി പഠിക്കുന്ന പിള്ളേരാണെങ്കിലും എക്സാം ടൈമിലും അപ്പോഴും ആയിരിക്കും. ഒറ്റ ഫാക്ടറിയോ ചിന്തിക്കാനുള്ളൂ, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം. ആൻഡ് ഒരു തവണ ഒരു ഡിസിഷൻ എടുത്താൽ പിന്നെ അതിനെപ്പറ്റി റീതിങ്ക് അല്ലെങ്കിൽ റിവേഴ്സ് തിങ്ക് ഒരിക്കലും ചെയ്യല്ലേ. എന്ത് ഡിസിഷനോ ആയിക്കോട്ടെ, എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ അതിനെ മാക്സിമം റിസർച്ച് ചെയ്യുക, ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കുക, അറിയാവുന്നവരായിക്കോട്ടെ ആൻഡ് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞാലും യു ആർ ഫ്രീ ടു കോൾ ഓർ മെസ്സേജ് ഓർ മെയിൽ എനിബഡി ഓഫ് us. ഇനി ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി കണക്ട് യു വിത്ത് സംബഡി ഹു നോസ് ഇറ്റ് വെൽ. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സർക്കിളിലും ഇത് അപ്ലൈ ആവും. ആരോടായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, പക്ഷെ നിങ്ങൾക്ക് അതിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുക, അവര് പറഞ്ഞു തരും, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ കോഴ്സിന്റെ കാര്യങ്ങളിലായിട്ട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. മെയിൻലി തിങ്സ് ഓക്കെ, ആതിര പറഞ്ഞതിന് ഞാൻ പറഞ്ഞു ഇതും. ഇനി അടുത്തൊരു കാര്യം, കഷ്ടപ്പെട്ട് പഠിക്കല്ലേ, ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾ ഈ പഠിക്കുന്ന BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BSc അപ്ലൈഡ് സയൻസ് ആയിക്കോട്ടെ, ഏതായാലും പഠിത്തം എന്നുള്ളത് നെവർ എൻഡ്സ്. ജീവിതത്തിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ പറയാനോ? ഓക്കെ, എന്നോട് രജിസ്ട്രേഷന്റെ കാര്യം ചോദിച്ചല്ലേ? ഓക്കെ, യു ക്യാൻ രജിസ്റ്റർ. അതായത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടില് നമുക്കിപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്, എല്ലാം കംപ്ലീറ്റ്ലി പ്രോസസ്സസ് ഓൺലൈൻ. +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ +2, 10th അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് CPTക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി ഇന്റർന് ചെയ്യാം. ഇതാണ് CAയുടെ കേസ്. CS-ന്റെ കേസും സെയിം ആണ്. +2 കഴിഞ്ഞാൽ ഫൗണ്ടേഷന് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ എക്സിക്യൂട്ടീവ്. ഫീസിന്റെ ഡീറ്റെയിൽസ് ഇപ്പം കുറെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ ഫുൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഐ ഷെയർ ഇറ്റ് വിത്ത് യുവർ കോർഡിനേറ്റർ. അവര് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എത്തിച്ചു തരും. അത് മതിയാവോ? ഓക്കെ, ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്തെടുത്താലും അത് നിങ്ങൾക്ക് യൂസ് ആവത്തില്ല. ഓക്കെ, അപ്പൊ അത് ഞാൻ മാമിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷീൽ ലെറ്റ് യു നോ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ അഡീഷണലി അറിയാനോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ ചാറ്റ് ബോക്സ് പറയൂ, അല്ലെങ്കിൽ യു ക്യാൻ സേ. ആരെങ്കിലും? ആർക്കും ഇല്ല? ഡൗട്ട്സ് ഒന്നും ഇല്ല? ഓക്കെ, ആൻഡ് ഇന്നത്തെ ദിവസം കണ്ടോ എല്ലാം ക്ലിയർ ആയല്ലേ ആതിര? ക്ലിയർ ആയി. എല്ലാം ക്ലിയർ ആയതാണോ, അല്ലെ ഇനി ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഉള്ളതും കൂടി പോയതാണോ ആതിരക്ക്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്തായാലും വലിയ പിടിയൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ഇതിനെ കുറിച്ച് ഇപ്പൊ കേട്ടത് കൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും അന്വേഷിക്കണം. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഇന്റൻഷൻ അതാണ്. ഒരിക്കലും ഈ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അത് എത്തത്തില്ല, ഞങ്ങൾക്കും അത് എത്തിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരാളും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാൾക്കും ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഇന്റൻഷൻ ഇതെന്താണെന്ന് നിങ്ങളെ കൊണ്ട് നോക്കിപ്പിക്കണം. അത് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇൻട്രസ്റ്റ് ഉള്ള ആരും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും ഫ്രീ ആണ്, നിങ്ങൾക്കും റിസർച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ സംസാരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ, ഞങ്ങൾ ഇതൊന്നും ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പാസ്സായ ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഞാൻ CPT സെക്കൻഡ് അറ്റംപ്റ്റാ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിൽ ആയിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ CPT ക്ലിയർ ആയത്. CPT എന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാം. ഇന്റർമീഡിയറ്റും ഞാൻ തേർഡ് അറ്റംപ്റ്റിലാണ് പാസ്സായത്. 2 അറ്റംപ്റ്റ് ഞാൻ ഫെയിൽ ആയി. അങ്ങനെ 1.5 വർഷം ഞാൻ ഇതിൽ കളഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഞാനിപ്പോ എഴുതിയിട്ടുണ്ട്, എന്താവും എന്നറിയില്ല.
അപ്പൊ ഇതില് അങ്ങനെ ആ രജിസ്ട്രേഷൻ വൺ ടൈം ഓക്കെ. രജിസ്ട്രേഷനില് നിങ്ങൾക്ക് അതിന് വാലിഡിറ്റി ഉണ്ടടാ. ലൈക്ക് ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇതിനും ഒരു വാലിഡിറ്റി ലൈക്ക് ഇയേഴ്സ് ആണ് അവിടെ. സോ CPG നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് ആണോ വിഷ്ണു ചേട്ടാ? അത് എത്ര വർഷം വാലിഡ്? 3 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അത് വാലിഡാ. അപ്പൊ ആ 3 വർഷം ആ സോ CPG നിങ്ങളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിൽ നിങ്ങൾ അത് എഴുതിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ അഡീഷണലി രജിസ്ട്രേഷൻ ഫീ ഒന്നും കൊടുക്കേണ്ടി വരില്ല. അതായത് എക്സാം നടത്തുമ്പോൾ എക്സാം ഫീ മാത്രം നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ററിനും ഫൈനലിനും ഈ പറഞ്ഞ പോലെ 4 ഇയേഴ്സും ഫൈനലിന് 5 ഇയേഴ്സുമാണ്. അഗെയിൻ അവിടെയും നിങ്ങൾ പിന്നെ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണ്ട. ബട്ട് എക്സാം ഓരോ തവണയും കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുന്ന ഗ്രൂപ്പ്സ് അനുസരിച്ച് ഫീസ് പേ ചെയ്യേണ്ടി വരും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാവേ, ഈ കോമേഴ്സ് ഫീൽഡില് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ്. 1,50,000 is the maximum that you will have to spend from your hand. എക്സാം ചാൻസ് ലിമിറ്റഡ് ആണോ? അല്ല. എക്സാം ചാൻസ് ലിമിറ്റഡേ അല്ല. പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ സ്കീമിലൊക്കെ ദേ ഹാഡ് 3 അറ്റംപ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. പക്ഷെ ഇപ്പം എക്സാം ചാൻസ് ലിമിറ്റഡ് അല്ല. നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് വേണോ എഴുതാം. പക്ഷെ അവിടെ വരുന്ന ഒരു ക്രൈറ്റീരിയ അതൊക്കെ മിത്താണ്. നിങ്ങൾ ഇപ്പം ഹലോ ഇപ്പം കേൾക്കാവോ? ക്ലിയർ ആണോ? ഓക്കെ. എക്സാം ചാൻസ് ഇസ് നോട്ട് ലിമിറ്റഡ്. എത്ര അറ്റംപ്റ്റ് വേണോ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അവിടെ ആകെ വരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ അറ്റംപ്റ്റ് കൂടുന്തോറും നിങ്ങളുടെ മനസ്സിൽ ഒരു വെക്സ് ഫീലിംഗ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ പണി ചെയ്യുന്നേ, കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയില്ലല്ലോ, ഈ കിട്ടുമെന്ന് എന്ത് ഉറപ്പാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോകരുത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് പാസ്സാവണമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ പഠിച്ചവരാരെങ്കിലും പാസ്സായ അയ്യോ അവൻ പാസ്സായില്ലേ എന്നിട്ട് ഞാൻ ഇതുവരെ പാസ്സായില്ലല്ലോ, അങ്ങനെയുള്ള വിഷമതയൊന്നും വരരുത്. എന്ത് പറഞ്ഞാലും ഒരു കാര്യം തുടങ്ങിയാൽ അത് എന്തുകൊണ്ടും തീർക്കണം. ആ ചിന്താഗതിയോട് പോയാൽ മാത്രം മതി. ഓക്കെ. പറഞ്ഞു വന്ന അത്രേ ഉള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അത്രയും എല്ലാ ഫ്ലോയിൽ കറക്റ്റ് അങ്ങ് പാസ്സായ ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കാണുന്ന എല്ലാവർക്കും പറ്റും. ഓക്കെ. ഇനി എന്തെങ്കിലും ഞാൻ പറയാനുണ്ടോ? ആർക്കെങ്കിലും എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയണം ഇപ്പം ഇമീഡിയറ്റ്ലി ഇത്രയും കേട്ടത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. നമുക്ക് പറഞ്ഞു തരാൻ നല്ല ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. എനി ഡൗട്ട്സ്? മിസ്സിനെ വിളിക്കണോ? മിസ്സിന്റെ കുട്ടി ഡൗട്ട്സ് ഇല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓക്കെ മാം. വിഷ്ണു ചേട്ടാ ഇനി CMA കോഴ്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു ബ്രീഫ് തരാം. അതും ഏകദേശം നമ്മുടെ CA കോഴ്സ് പോലെ തന്നെയാണ്. ഫൗണ്ടേഷൻ, ഇന്റർ ആൻഡ് ഫൈനൽ. പക്ഷെ ഇതിലൊരു ചെറിയ ചേഞ്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും 2 ഗ്രൂപ്പ് 8 പേപ്പർ മൊത്തം 20 പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി ഉണ്ടെങ്കിൽ 55% അതേ സെയിം ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർമീഡിയറ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇതിൽ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 ഇയർ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. പക്ഷെ ഇതിൽ 15 മന്ത്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എഴുതാം. അതായത് CA യു ഹാവ് ടു വെയിറ്റ് ഫോർ 2.5 വർഷം. മറ്റേല് 15 മന്ത്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എഴുതാൻ പറ്റും. പിന്നെ ഇപ്പോൾ പാൻഡമിക്, അതായത് കൊറോണ വന്നതിന് ശേഷം ഇപ്പം നമുക്ക് തന്നെ അറിയാം, കുറെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി സർക്കിളിൽ തന്നെ കുറെ പേര് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറെ പേര് ചുമ്മാ അങ്ങ് ബിസിനസ് ഇടുക. അപ്പൊ ഇതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ കുറെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ട്. ഇപ്പൊ ചിലവർ മാനുഫാക്ചറിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ കോസ്റ്റ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് കൂടും. അപ്പൊ ഈ CMAയുടെ ഇപ്പം ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗ്രോയിങ് ഫീൽഡ് റൈറ്റ് നൗ. ഇത് അധികം ആൾക്കാർ പോകുന്നില്ല. കാരണം CA, അതായത് ഈ നമ്മുടെ CA CS CMAയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സ് CA ആണ്. അപ്പൊ CMAക്ക് അത്രയ്ക്ക് ഇതില്ല, പിന്നെ അത്രയ്ക്കുള്ള കോമ്പറ്റീഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ CMAയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ര കോമ്പറ്റീഷൻ ഇല്ല, ചിലപ്പം യു ക്യാൻ ഗെറ്റ് ത്രൂ ഈസിലി. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കേരള സർക്കാർ ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടിന് ഒരു പോസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടിന് വേണ്ടി മാത്രമുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ അതിപ്പം ഒരു കോസ്റ്റ് അക്കൗണ്ടിനും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഈയിടയ്ക്ക് ഇറക്കിയായിരുന്നു. അപ്പം കോസ്റ്റ് അക്കൗണ്ടിനും ഇപ്പം നല്ല സ്കോപ്പ് ഇംപ്രൂവ് ആവുന്ന ഒരു സെക്ടറാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റിയും
ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഏകദേശം സിമിലർ ആണ് കോസ്റ്റ് അക്കൗണ്ടന്റും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും കോഴ്സിന്റെ സബ്ജക്ട്സ് സിലബസ്. പിന്നെ നേരത്തെ ഒരാൾ ചോദിച്ചായിരുന്നു സ്റ്റഡി ആൻഡ് ടൈമിന്റെ കാര്യം. സ്റ്റഡി ആൻഡ് ടൈമിന്റെ കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഒരാളുടെ സ്റ്റഡി പാറ്റേൺ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്റർ കയറിയപ്പോഴത്തേക്ക് എന്റെ സാർ എപ്പോഴും പറയും, വിഷ്ണു നിനക്ക് പാസ് ആവണമെങ്കിൽ നീ 15-16 മണിക്കൂർ ഇരുന്ന് പഠിക്കണം. ഞാൻ കേട്ട് ഇയാൾ എന്ത് പറയുന്നു, 15-16 മണിക്കൂറൊക്കെ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറന്മാർ എപ്പോഴും കറക്റ്റ് ആവണം എന്നില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ സാറ് പറഞ്ഞു, വിഷ്ണു നീ പല്ല് തേക്കുമ്പോൾ പോലും നീ ഒരു ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പല്ല് തേക്കണം. കാരണം CA പഠിക്കാൻ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആണ്. ഒരു തപസ്യ ചെയ്യുന്ന പോലെയാണ് 15 to 16 hours ഇരിക്കണമെന്ന്. അപ്പം എനിക്ക് അത് കേൾക്കുമ്പോൾ അതാണ് എന്റെ ഫസ്റ്റ് 2 attempts ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച രീതി തെറ്റാണ്. എനിക്ക് ആ ഒരു ലൈക്ക് നമ്മൾ പഠിക്കുമ്പോൾ അത്രയും അവേഴ്സ് വരെ ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇത്ര ആവുന്നില്ല, അയ്യോ ദൈവമേ തീർന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ടൈം നമ്മൾ പഠിക്കുന്നത്, അതായത് ഇപ്പൊ വേറൊരു വ്യക്തി, കാരണം എന്റെ ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി 8 മണിക്കൂർ 9 മണിക്കൂർ പഠിച്ചിട്ട് CA ഫുൾ ക്ലിയർ ചെയ്തതാണ്. അപ്പം എനിക്കൊരു മനസ്സിലായി, അതായത് ഈ ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം അല്ല. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന രീതി പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പുള്ളിക്കാരി ഞാൻ 15 മണിക്കൂറിൽ മൊത്തം 100% തീർക്കാൻ ഞാൻ നോക്കി. അതാണ് എനിക്ക് നേരത്തെ പറ്റിയ തെറ്റ്. പക്ഷെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ വിട്ടുപോയി. കാരണം ഞാൻ എല്ലാം പഠിക്കാൻ പോയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫുൾ സിലബസ് 100 തവണ ഒരു 100% 3 പ്രാവശ്യം ചെയ്യുന്നതും 70% to 80% ഞാനൊരു 6 പ്രാവശ്യം ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ്. കാരണം എനിക്ക് എക്സാമിന് അത്രയും എന്റെ മൈൻഡിൽ നിർത്താൻ പറ്റും. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ്. ഇപ്പൊ എന്റെ കേസ് ചോദിക്കുവാണെങ്കിൽ ഞാൻ കാരണം എന്റെ എക്സാം ഏകദേശം 1 year പോസ്റ്റ്പോൺ ആയി. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇറ്റ് വാസ് ലൈക്ക് 8 to 10 hours, അതായത് ഓരോ ബ്ലോക്ക് പോലെ എഴുതുന്നു. അതായത് ഒരു ആപ്പിന്റെ പേര് ഞാൻ വേണമെങ്കിൽ പറയാം, അത് പൊമോഡോറോ ടൈമർ എന്ന് പറയും. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതായത് ഇറ്റ് ഇസ് എ വെരി റെനൗണ്ട് ടെക്നിക്, പൊമോഡോറോ ടെക്നിക് എന്ന് പറയും. അതായത് നിങ്ങൾ ഇരിക്കുന്നത് ഒരു 30 minutes സ്ലോട്ട് ഇരിക്കുക, ഒരു 5 minute ബ്രേക്ക് എടുക്കുക, 30 minutes സ്ലോട്ട് പഠിക്കുക, 5 minute ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ 4 സിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബ്രേക്ക്. ഇതൊരു സയന്റിഫിക്കലി പ്രൂവൺ ടെക്നിക്കാണ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരു കാര്യം 30 minute, ഫോർ എക്സാമ്പിൾ പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം വരത്തില്ല. തിയറി സബ്ജക്ട് പഠിക്കുമ്പോൾ ഇതായിരിക്കും കുറച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 30-40 minutes ഒക്കെ ഒരു തിയറി പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. അപ്പൊ അത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് സ്റ്റഡി മാനേജ്മെന്റ് വേറൊരു ടിപ്പ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടങ്ങിയപ്പോ 8 ആയിരുന്നു, 6 ആയി, 5 ആയി. ചില ദിവസം ഞാൻ ഒന്നും പഠിച്ചിട്ടുമില്ല. പക്ഷെ ദാറ്റ് ഇസ് ഓക്കെ. കാരണം നിങ്ങൾക്ക് 2-3 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അതായത് ഈ ഒരു ഫുൾ ഇതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രെയിനിന് ഒരു റിസപ്റ്റർ ഉണ്ട്, ഡോപ്പമിൻ എന്ന് പറയും. അതിനെ നമ്മൾ എത്രത്തോളം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം നമ്മുടെ എനർജിയും പോസിറ്റിവിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ ഈ ഡോപ്പമിനെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മൊബൈൽ സ്ക്രോൾ ചെയ്യും. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഞാൻ എന്തായാലും എടുത്ത് കളഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വേസ്റ്റ്ഫുൾ ആപ്ലിക്കേഷൻ. സോ ഞാൻ ഇൻസ്റ്റഗ്രാം അങ്ങനെ വാട്സാപ്പ് അങ്ങനെ അത് മാത്രം റൺ ചെയ്യും. എനിക്ക് ആവശ്യമുള്ള ജസ്റ്റ് ആൾക്കാർ അവോയ്ഡ് ചെയ്യാം. പിന്നെ മെയിൻ കാര്യം, എക്സാം ടൈം കഴിയുന്നതും ഈ ഫ്രണ്ട് സർക്കിൾ അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ ഉള്ള ആൾക്കാരെ നിർത്തുക. കാരണം നെഗറ്റിവിറ്റി ഭയങ്കര വൈഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സാധനം ഭയങ്കര നെഗറ്റീവ് വൈബ് കിട്ടുമ്പോഴത്തേക്ക്, കാരണം അവന് ടെൻഷൻ അടിച്ചായിരിക്കും നേരത്തെ പറയുന്നത്, അത് കേട്ടുമ്പോൾ നിനക്കും ടെൻഷൻ വരും. അപ്പം ഡിഫീറ്റ് ദ ഹോൾ പേർപ്പസ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നല്ലവണ്ണം വയ്ക്കുക. അതായത് നിങ്ങൾ ഏകദേശം എന്താ പറയാ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വയ്ക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, പരീക്ഷ കഴിഞ്ഞിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യില്ല. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. കാരണം പറയുന്ന ആൻസർ തെറ്റായിരിക്കും. സോ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യില്ല. പരീക്ഷ എഴുതുക, കഴിയുക, തീർന്നു. അടുത്ത പരീക്ഷയെ പറ്റി ആലോചിക്കുക. പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ CMA കോഴ്സ് ഉണ്ട്, CS കോഴ്സ് ഉണ്ട്, CA കോഴ്സ് ഉണ്ട്. ഈ 3 കോഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾ പോവുക. ഇപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ സ്ട്രെങ്ത് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ചിലവർക്ക് ഈ ലോ പഠിക്കുമ്പോൾ എനിക്ക് ലൈക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ലോ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷത്തോടെയാണ് പഠിക്കുന്നത് ലോ. ഇപ്പൊ ഞാൻ ആരെയൊക്കെ എന്താണ് വായിക്കുന്നത് എനിക്ക് മനസ്സിലാവാറില്ല. കാരണം ഇങ്ങനെ ആരെങ്കിലും രസിച്ച് ലോ പഠിക്കുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചിലവർക്ക് അങ്ങനെയുണ്ട്. ചിലവർക്ക് കണക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. പിന്നെ ഒരു കാര്യം, ഈ മീറ്റിംഗിൽ ഫുൾ ടൈം ആയിട്ട് ആക്റ്റീവ് ആയിരുന്ന അശ്വിന് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം ഒരു ഇതുവരെ ആരും അറിഞ്ഞൂടാത്ത ഒരാളുടെ ലൈക്ക്
ആരും അറിയാതെ പിന്നെ പുള്ളി ഫ്രണ്ടിലോട്ട് വന്ന് സംസാരിക്കാൻ റെഡിയായ ഒരു കോൺഫിഡൻസ് കാണിച്ചതിന് പുള്ളിയെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഇങ്ങനെ ലൈക്ക് if you want to stay out from the crowd, you have to do stuff like this. So അങ്ങനെ ചെയ്ത് പുള്ളി ഈ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പുള്ളി കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ he can achieve a lot in life. So I'm actually I want to see where you reach in 5 years from now. I'm pretty excited about that. So yeah. And ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനി രമൻ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ I pass the mic to him. രണ്ട് എക്സ്ട്രീം കാണാറുണ്ട്. അതായത് ചിലര് പറയുന്നത് ഭയങ്കര ടഫാണ്, ഒരു രക്ഷയില്ല, ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ല എന്ന ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു എക്സ്ട്രീം ഉണ്ട്. ആൻഡ് then there is the other extreme that says CA ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒപ്പിട്ടാ മതി, ലക്ഷ്യങ്ങൾ തുരിതുരാ ഇങ്ങനെ വരും, ജസ്റ്റ് ചുമ്മാ ഇരുന്ന് ഒപ്പിട്ടാ മതി. രണ്ടും കേട്ട് വീണ് പോരുത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല കഷ്ടപ്പാടാണ്, വെറുതെ ഇരുന്ന് പൈസ കിട്ടത്തില്ല. ലൈഫ് ലോങ് യു ഹാവ് ടു വർക്ക് ഹാർഡ് ടു സ്റ്റേ ഓൺ ടോപ്പ് ഓഫ് ദ ഗെയിം. നത്തിങ് ഇസ് ഫ്രീ ഇൻ ലൈഫ്. നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ടൊന്നും കിട്ടത്തില്ല, നല്ലോണം കഷ്ടപ്പാട്. എല്ലാരും പറയുന്നത് CA പാസ്സാവാൻ കഷ്ടപ്പാടാണ്. ആസ് എ ക്വാളിഫൈഡ് കണ്ടിന്യൂ CA പാസ്സാവുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് പാസ്സായതിനു ശേഷം. ഇൻ ദ വർക്ക് ഇറ്റ് ഈസ് വേ മോർ ഡിഫിക്കൾട്ട്. കാരണം അറ്റ്ലീസ്റ്റ് പാസ്സാവുന്നവരെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഒരു ഫാക്കൽറ്റി, ഒരു ടീച്ചേഴ്സ്, ഒരു ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ട്. ബട്ട് പാസ്സായി കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. നിങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് എ ലോട്ട് മോർ ഡിഫിക്കൾട്ട്. ബട്ട് അതേസമയം വെറും കഷ്ടപ്പാട് ഇത് മാത്രമല്ല, യു ഹാവ് ദ ബെനിഫിറ്റ്സ്, യു ഹാവ് ദ മണി, യു ഹാവ് ദ പ്ലെജർ, എല്ലാം ഉണ്ട്. നമുക്ക് സോഷ്യൽ സ്റ്റാൻഡിങ് ആണെങ്കിൽ എന്റെ ഗുരു എപ്പോഴും MPV സർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒരു ട്രെയിനിനകത്ത് കയറിയിട്ട് ആരെങ്കിലും പരിചയപ്പെട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ഇരിക്കാൻ സ്ഥലം കിട്ടും. എവിടെയെങ്കിലും പോലീസ് കൈ കാണിച്ചു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ മതി, അധികം ചോദ്യം ചെയ്യുന്നത് കാണത്തില്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ബൈക്ക് രാത്രി ഓഡിറ്റർ ആണെന്ന് പറഞ്ഞ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ചോദ്യം ചെയ്യുന്നത് കാണത്തില്ല. ലെറ്റ് us go. So there is a social standing, there is a reputation, there is also a കഷ്ടപ്പാട്. സോ രണ്ടിനകത്ത് മെറിറ്റ് ഉണ്ട്. സോ രണ്ടും കേട്ട് ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. ഭയങ്കര കഷ്ടപ്പാടാണ്, ഡോണ്ട് ലെറ്റ് ദാറ്റ് അഫക്ട് യുവർ ഡിസിഷൻ. ഭയങ്കര സുഖമാണ്, ചുമ്മാ പൈസയാണ്, ഡോണ്ട് ലെറ്റ് ദാറ്റ് അഫക്ട് യുവർ ഡിസിഷൻ. രണ്ടിലും മെറിറ്റ്സ് ഉണ്ട്, രണ്ടിലും ഡീമെറിറ്റ്സ് ഉണ്ട്. സോ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുക. ടാക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് ടാക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, കമ്പനി ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ, കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ, അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ബിസിനസ് വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടമാണോ. യു വാണ്ട് ടു ബി ദ ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് വിപ്രോ, ഇൻഫോസിസ്, അംബാനി, അദാനി, കിഫ്ബി, ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണോ, ടാക്സ് കൺസൾട്ടന്റ് ആണോ, വാല്യുവേഷൻ, അതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ പത്രം വായിക്കുക, ബിസിനസ് പേപ്പേഴ്സ് പറ്റുമെങ്കിൽ വായിക്കുക. ആൻഡ് ആർ യു ഇൻട്രസ്റ്റഡ്, ആ ഒരു ലോകത്തിലോട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് സ്വയം ചോദിച്ചു വെക്കാം. ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ, ദാറ്റ് വിൽ ബി അൾട്ടിമേറ്റ് തിങ്. കഷ്ടപ്പാടാണ്, യു വിൽ ഹാവ് ടു വർക്ക് റിയലി ഹാർഡ് ത്രൂ ഔട്ട് യുവർ കരിയർ. ബട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ്, if you like the job, then ആ ഒരു കഷ്ടപ്പാട് ഫീൽ ചെയ്യത്തില്ല. That's how it is. Okay, if you like the job, പിന്നെ ഒരു കഷ്ടപ്പാട് തോന്നില്ല, പഠിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നും, കൂടുതൽ പഠിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നും. So I think I'll wind up on that note. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുപേര് മെസ്സേജ് അയച്ചു. ഇവിടെ കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട് സർ, അതുകൊണ്ടാണ് കുറെ പേര് ലീവായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നല്ല ദിവസമാണ് നമ്മള് സെലക്ട്. ഇവിടെ പക്ഷെ മഴയില്ല, പക്ഷെ ഇവിടെ പൊതുവെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇരുട്ടായതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങി അധികം നിൽക്കാനുമുള്ള സൗകര്യം ഇല്ലല്ലോ. ഇവിടെ ഹില്ലേരി ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെതായ ഒരു ഇതുണ്ട്. മാം കുഴപ്പമില്ല, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ വിഷ്ണു ചേട്ടാ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഓഡിയോ വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റും. റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. വരുവാണെങ്കിൽ വിൽ ഷെയർ ഇറ്റ് വിത്ത് ദം. കേൾക്കാൻ പറ്റാത്തവർക്ക്. Okay, so shall we wind up? Yes. Thank you so much, ma'am. Thank you so much, guys. Thank you, ma'am. ഞങ്ങളാണ് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും ടൈം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഒരു ഡൗട്ടും വരത്തില്ല എന്നായിരുന്നു എന്റെ പേടി. നല്ല രീതിയിൽ ഡൗട്ട്സ് ചോദിച്ചു, നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു. ഇത്തരത്തിലൊരു കോഴ്സിനെ താങ്ക് യു ഓൾ. ക്ലിയർ ആയിട്ട് റിയലി താങ്ക് യു. താങ്ക് യു ശ്രീപ്രിയ, താങ്ക് യു വിഷ്ണു, താങ്ക് യു രമൻ സർ, താങ്ക് യു എവരിബഡി attended the webinar. Thank you. Okay. Thank you. Bye. So good night. Bye bye.
Good night.